കമൻ്റ് എഴുതുന്നവർക്ക് ഉണ്ണിക്കണ്ണൻ എന്താ ഈ തടിയുള്ളത് കൊണ്ട് അവന് പണിക്ക് പോകാൻ പറ്റുമോ, അവന് ഇങ്ങനെയൊക്കെ വൈറലാകാൻ വേണ്ടി ശ്രമമാണെന്നാണ് ആൾക്കാർ പറഞ്ഞത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. രാഷ്ട്രീയത്തിലേക്ക് വിജയ് സാർ ഇറങ്ങുന്നു എന്ന് കേട്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത്? എനിക്ക് പണ്ടൊരു മന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ടായി. അതിൽ കാശില്ലാത്തതുകൊണ്ട് കാശുള്ളവർക്കേ നടക്കണില്ല. ഇങ്ങനെ ഞാനിനി എന്ത് ചെയ്യും? ഡയലോഗ് ഒന്നും വേണ്ട സാർ. സാറിൻ്റെ ബാക്കിൽ നിൽക്കണ ഒരു ഗുണ്ടയായാലും ബാക്കിൽ എന്തെങ്കിലും ഒരു സീനിൽ അങ്ങനെ ആഗ്രഹമുണ്ട് സാറേ. ഇന്ന് ഞാൻ പറഞ്ഞു നോക്കും. ജാട അഹങ്കാരമല്ല നമ്മളെ ഇത് വെച്ച ട്രോളിന് ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ഇതാക്കും. അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ട. അങ്ങനെ മോശം രീതിയിൽ ട്രോളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ശരിക്കും മനസ്സാകെ തകർന്നു ഓരോ വാക്കും ട്രോളൊക്കെ. കോഡെക്സ് മീഡിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ഉണ്ണിക്കണ്ണൻ എന്ന വിജയ് ആരാധകനാണ്. ഒരു സിനിമ ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് ഒരു വിജയ ആരാധകൻ എന്ന രീതിയിലാണ്. അതിലുപരി സാറിന്റെ പ്രൊഫൈൽ എന്താണ്, അല്ലെങ്കിൽ സാറിനെ പറ്റി? സാറെന്നല്ല, ഉണ്ണിക്കണ്ണൻ. ഓക്കെ, ഉണ്ണിക്കണ്ണന്റെ എന്താണ് പ്രൊഫൈൽ, എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ? ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ എൻ്റെ വീട് പാലക്കാട് മംഗലം ഡാമിലാണ്. അച്ഛനും അമ്മ 2 അനിയത്തിമാർ. പിന്നെ എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകും. പിന്നെ സിനിമയിൽ വലിയ പടങ്ങളിൽ കുഞ്ഞു വേഷം ചെയ്ത് ഇങ്ങനെ പോകണം. സിനിമയാണ് ആഗ്രഹം. ഇപ്പോൾ വിജയണ്ണൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങണതുകൊണ്ട് ഇനി സിനിമ നിർത്തുകയാണെന്നൊരു ന്യൂസ് കേട്ടപ്പോൾ എങ്ങനെ അവിടേക്ക് എത്തിപ്പെടാം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാരന്മാരെ വിളിച്ച് നമ്മൾ ചോദിക്കുക. എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പാലക്കാട് ജാമ്യച്ചൻ പറഞ്ഞ, പിന്നെ തിരുവനന്തപുരത്തുള്ള മൻസൂർ, വിവേക് കൊടുങ്ങല്ലൂരുള്ളത്, അങ്ങനെ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരിനെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ വീട്ടിൻ്റെ അവിടെ നിന്ന് ചെന്നൈ വരെ ഇങ്ങനെ ഫോട്ടോ കിട്ടും നടക്കാമെന്നൊരിത് വിചാരിച്ചപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, നീ ഒന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് ഇതൊക്കെ പെട്ടെന്ന് ഒന്നും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ആലോചിച്ച് ചെയ്യണം. അപ്പോൾ അവൻ പറഞ്ഞു കുറച്ച് നാൾ നിൽക്കുക പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ്റെ ഒരു ഫോൺ വരികയാണ്, ഉണ്ണിക്കണ്ണ നീ റെഡി ആയിക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പറഞ്ഞു. അപ്പോൾ തന്നെ അടുത്തുള്ളൊരു ഫോട്ടോഗ്രാഫറുണ്ട്, സന്തോഷേട്ടൻ പറഞ്ഞ വീട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചു, ചേട്ടാ എനിക്ക് ഇങ്ങനൊരു കാര്യമുണ്ട്, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. നീ പൈസയൊന്നുമില്ല, നീ സ്റ്റുഡിയോയ്ക്ക് വാ പറഞ്ഞു. അവിടെ പോയിട്ട് എനിക്ക് ഇങ്ങനെ ഫോട്ടോ ഏത് സൈസ് വേണം ചോദിച്ചു. ഇന്നതാണ് പറഞ്ഞു ആൾ. ആ പറഞ്ഞ ദിവസം തന്നെ എനിക്ക് പിറ്റേ ദിവസം തന്നെ പോയിട്ട് നമ്മൾ ഈ ഫോട്ടോ വന്നു. പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് അങ്ങനെ പോയിട്ടാണ് വിജയ് സാറിനെ കാണാൻ വേണ്ടിയുള്ള ശ്രമം. എത്ര വർഷമായിട്ട് ഈ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ? 10-13 വർഷമായിട്ട് സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടണു. ഇപ്പോൾ ഒരു 10-15 വർഷം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും അതിന് ശരീരത്തിന് ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞാൽ ഒരുപാട് ക്രൗഡ് ഉള്ളത് പോണില്ല പറഞ്ഞാൽ അത് അഹങ്കാരം കൊണ്ടല്ല, ഈ ശരീരം എൻ്റെ സിനിമയിൽ തന്നെ കാണണം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാം നേരിട്ട് വിളിക്കണമുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങനെയും പോകുന്നുണ്ട്. പിന്നെ വർക്കില്ലാത്തപ്പോൾ അവിടെ പോകുമ്പോൾ എല്ലാവരും നമുക്ക് പരിചയപ്പെടാം. ഡയറക്ടർ, നടന്മാർ, കൺട്രോളർമാർ, സിനിമയിൽ എല്ലാവരുമായിട്ട്, പിന്നെ പ്രൊഡക്ഷൻ, ആർട്ട് എല്ലാവരും എനിക്കിപ്പോൾ ഒരുവിധമുള്ളവരിനൊക്കെ കാണാൻ നമ്പർ വാങ്ങാം. അപ്പോൾ അങ്ങനെയും നമുക്ക് വേഷം കിട്ടും. അപ്പോൾ അങ്ങനെയും ചെയ്യേണ്ടത് ഞാൻ. എന്നാലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്നതിലുപരി ഇപ്പോൾ ഈ കുറേ വിജയുടെ ആരാധകൻ എന്ന രീതിയിൽ കുറേ വീഡിയോസ് പുറത്തു വന്നതിന് ശേഷമാണല്ലോ പലരും ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയാണ് ആ മറ്റുള്ളവരുടെ ഒരു സമീപനം, എങ്ങനെയാണ് ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം വൈറലായ സമീപനം പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ വന്ന് കുറച്ച് സെൽഫി എടുക്കാൻ പറഞ്ഞ ഫോട്ടോ. അപ്പോൾ ഞാൻ പറയും വേണം, നമ്മൾക്ക് സാധാരണക്കാരനല്ല, നമ്മുടെ ഒരു ആഗ്രഹമാണ് നമ്മൾ ചെയ്ത്. കുറേ കമൻറ്റ് മോശമായിട്ട് വരുന്നത്. ഈ കമൻറ്റ് എഴുതുന്നവർക്ക് ഉണ്ണിക്കണ്ണൻ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ നല്ലവനാണെന്ന് ഞാൻ തന്നെ പറയല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരിങ്ങനെ എന്താണ് വിജയണ്ണൻ്റെ പേരിൽ കുറച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ ചേച്ചിനെ കണ്ടു, നമ്മൾക്ക് പരിചയമുണ്ട്, കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കും ഞങ്ങൾ എങ്ങനെയാണ് എന്താണ്. അപ്പോൾ പൈസ തരില്ല. അപ്പോൾ നമ്മൾ കുറേ നാൾ പരിചയമുണ്ട് അങ്ങനെ. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തരുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോയിട്ട് പെട്ടെന്ന്. അപ്പോൾ നമ്മൾ അത്രയും കുഴപ്പമില്ല, നാട്ടിൽ കുഴപ്പമില്ലാത്ത ഒരാളാണ് പറഞ്ഞുകൊണ്ടാണ് അവിടെയുള്ള ടീച്ചർമാർ, ബാങ്കിലുള്ളവർ, പിന്നെ കടയിലുള്ള, അപ്പോൾ എല്ലാവരും നമുക്ക് സുഹൃത്തുക്കൾ, കൂട്ടുകാരന്മാർ, അവരൊക്കെ നമുക്ക് സഹായിക്കണേ നമ്മൾ ഇത് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കമൻ്റ് എഴുതുന്നവർക്ക് ഉണ്ണിക്കണ്ണൻ എന്താ ഈ തടിയുള്ളത് കൊണ്ട് അവന് പണിക്ക് പോകാൻ പറ്റുമോ, അവന് ഇങ്ങനെയൊക്കെ വൈറലാകാൻ വേണ്ടി ശ്രമമാണെന്നാണ് ആൾക്കാർ പറഞ്ഞത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ വീട്ടിൻ്റെ അവിടെ വെച്ച് എന്നെ അറിയുന്നവരുടെ അടുത്തോ മംഗളം ഡാമിൽ അന്വേഷിച്ച് നോക്കിയാൽ കിട്ടുന്ന എന്ത് പണിക്ക്, കരിങ്കല്ല് പണിക്കോ എന്ത് പണിക്ക് എനിക്ക് പോകും. എനിക്ക് ഒരു പണിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടോ ശരീര ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പണി ഇല്ലാണ്ടിരുന്നാലാണ് എനിക്ക് ശരീരത്തിന് ഭയങ്കര വേദന. പണി ഉണ്ടെങ്കിൽ ദിവസം പോകണം, അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഈ കമൻ്റ് എഴുതുന്നവർക്ക് വെറുതെ ഇരുന്നിട്ട് ഉണ്ണിക്കണ്ണ പണിക്കുമോ അത് പറഞ്ഞ് മോശമായിട്ട് പറയാം. പക്ഷേ
എൻ്റെ കാര്യം ഇങ്ങനെയാണ്. അത് അറിയാത്തവർ അവർക്ക് അറിയില്ല സത്യം. അതാണ് ഉണ്ടായിരുന്ന സംഭവം. അവരോട് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ നാളെ ഒരു സമയത്ത് ഇങ്ങനെ എത്തിപ്പെടുമെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ഇങ്ങനെ മോശമായിട്ട് കമൻ്റ് ഇടുന്നവരോട്? എനിക്ക് അവരിനെ കൊണ്ട് പറയാൻ ഒന്നുള്ളൂ, ഈ ജീവിതം ഒന്നുള്ളൂ. അത് എപ്പോൾ വേണമെങ്കിലും ഈ ഇരിക്കുന്ന സമയത്തോ എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോവുക. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിൽ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഞാൻ എന്തായാലും വിജയണ്ണൻ്റെ അവിടെ എത്തിപ്പെടും. ഇപ്പം ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വിജയണ്ണനെ കണ്ടു. ഇത്തിരി ദൂരെയായിരുന്നു, ക്രൗഡും ഭയങ്കര. അത് ട്രെയിനിലൊക്കെ പോയി നേരെ ഉറങ്ങാൻ പറ്റാതെയും അത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെട്ടെന്ന് റെഡിയായി ഭക്ഷണം കൂടെ നേരെ കഴിക്കേണ്ട ഓടി. വിജയണ്ണൻ വരുന്ന അവിടെ കറക്റ്റ് വിജയണ്ണൻ 6 മണിയാകുമ്പോഴേക്കും വിജയണ്ണൻ എത്തി. ഞാനൊരു 6:30 കഴിഞ്ഞ് ഞാൻ അവിടെ എത്തുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവിടെയും ഞാൻ 8 മണി പറഞ്ഞാൽ അവിടെ ഞാനൊരു 6 മണിക്ക് 7 മണിക്ക് അത്ര ദൂരം വണ്ടിയിൽ ബസ് കിട്ടാത്തത് കൊണ്ട് പിന്നെ മെട്രോ പണി നടക്കണമുണ്ട്. അതുകൊണ്ട് എത്തുമ്പോഴേക്കും ആൾ പോയി. അതുകൊണ്ട് അവിടെ ബഹളവും പോലീസുകാരുടെ അത് അവരിനെ കുറ്റം പറയുന്നുണ്ട്. അവരുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഇതാണ്. അങ്ങനെ അവിടെ നിന്ന് ഞാനൊരു 4 മണി വരെ എനിക്ക് കാലത്ത് തന്നെ ഉറങ്ങാൻ പറ്റാണ്ട് ഭയങ്കര ടയേർഡായിരുന്നു. ലാസ്റ്റ് വീട്ടിൻ്റെ അവിടെ പോയി നിന്ന് വിജയ് സാറിനെ വൈകിട്ട് ആ കാണുമ്പോൾ ഭയങ്കര ഞാൻ അത്രയും പരമാവധി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു. പക്ഷേ ആ ക്രൗഡും ഒച്ചയുണ്ടാക്കലും എനിക്കത് കാണാൻ പറ്റിയില്ല. എന്തുകൊണ്ട് വിജയ് സാറിനോട് ഇത്രത്തോളം ആരാധന തോന്നാൻ കാരണം? ആരാധന പറഞ്ഞാൽ ആൾ പറയുന്ന ഓരോ മോട്ടിവേഷൻ്റെ ഓരോ വാക്കുകൾ, പിന്നെ ആളുടെ സിനിമയിൽ. പിന്നെ ഒരു കാര്യം കൂടെ എടുത്ത് പറയാൻ, മലയാളം തമിഴ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. മറ്റുള്ള ഭാഷകളിലും അഭിനയിക്കണം. അതേപോലെ ആളുടെ ഓരോ വാക്കും ആളുടെ സിനിമയും. വികലിൻ്റെ ഓഡീഷന് പോയി, ലിയോയ്ക്ക് പോയി. അതെന്തോ ഒരു ഇതുകൊണ്ട് കിട്ടിയില്ല, അത് സമയത്തിൻ്റെ ഒരു ഇതായിരിക്കാം. അപ്പോൾ ആളുടെ അത്ര ഇഷ്ടമാണ്. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ. മലയാളത്താണെങ്കിലും തെലുങ്കിലാണെങ്കിലും എല്ലാവരും ഇഷ്ടമാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമുണ്ട് ആളുടെ ആ സ്ക്രീനിൽ വിജയ് സാറിൻ്റെ പുറകിലൊന്ന് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു, ഇനി ഒരു ഫിലിമും കൂടെ ഇറങ്ങാനുണ്ട്, അല്ലെങ്കിൽ ഇനി സ്റ്റാർട്ട് ചെയ്യാനുണ്ട്, എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലൊരു അവസരം കിട്ടിയില്ല എങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത പ്ലാൻ ഇനി എന്താ? ഈ ഒരു ശബ്ദം കൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ മാനത്ത് നോക്കിയിട്ട് ഇരുന്നിട്ട് നമ്മൾക്ക് എന്താണ് ഒന്ന് പ്ലെയിനിൽ കയറണം, അല്ലെങ്കിൽ അവിടെ പോകണം, അല്ലെങ്കിൽ ഇവിടെ പോകണം, ഇങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ കുറ്റം പറയും, നമ്മളെ വേദനിപ്പിക്കും. ഒന്നും കൂടെ ആ സ്റ്റെപ്പിലൊന്ന് കയറി നിൽക്കുമ്പോൾ അപ്പോഴും നമ്മൾ നീ എന്തിനാടാ പറഞ്ഞതാക്കും. നമ്മളവിടെ എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശില്ല, ഒന്നാമത്തത് ആരും സഹായിക്കാനില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലൊരു തീക്കനൽ പോലെ നമ്മുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ചിലപ്പോൾ ട്രെയിനിൽ കൊടുക്കാൻ കാശുണ്ടാകില്ല, ഭക്ഷണം കഴിക്കാനുണ്ടാകില്ല, ചിലപ്പോൾ ബസ്സിന് പോകുക. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അവിടെ എത്തി കഷ്ടപ്പെട്ട് അതിൻ്റെ പുറകിലെത്തി നമ്മൾ പരിശ്രമിച്ച് കൊണ്ടിരുന്ന ആ ദൈവം കുറച്ച് ഇങ്ങനെ അടുത്ത് വരുമ്പോൾ ഇത്തിരിയും കൂടെ മാറ്റി വയ്ക്കും, കുറച്ചും കൂടെ. പിന്നെ അതിലെത്തിപ്പെടാനുള്ള നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. എവിടെയായാലും തളർച്ച വന്നാലും നമ്മൾ ആ തളർച്ചയിൽ നിന്ന് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമുക്കത് വരും. അതുപോലെ വിജയണ്ണൻ ഒരു ഇത് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു വണ്ടി കയറി നനച്ച അവിടെ പോകാൻ പറ്റില്ല. പിന്നെ ഉസ്ബേത്തിന് അവർക്കിട്ട് ഉമ്മെന്നും കടുപ്പത്തിന് ഒരു കമ്മണ് ഇരിക്കുന്ന നമ്മുടെ വാഴക്ക് ജമ്മെന്ന് പോകുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ വിജയ് സാറിൻ്റെ പല ഡയലോഗുകളാണല്ലോ മോട്ടിവേഷനായിട്ട് ആൾക്കാർ, അതൊക്കെ ഒരു തരത്തിൽ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടി എഴുതുന്നതാണല്ലോ. ആ ഡയലോഗ്സ് ഒക്കെ എഴുതുന്നത് ആൾക്കാർ വേറെയാണല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്ന ഡയലോഗുകളിലൂടെ എന്താ ഒരു വ്യക്തി എന്ന രീതിയിൽ എടുക്കുക? സിനിമയിൽ പറയണമുണ്ട്, അല്ലാതെ അയാൾ മനസ്സെന്നും പറയണതുണ്ട്. അത് സിനിമയിൽ പറയണതാണെങ്കിലും മനസ്സെന്ന് പറയണേ അതൊക്കെ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ നന്നായി ഹൃദയത്തിലിരിക്കും. അത് എല്ലാവരും കേട്ടാ അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലിരിക്കും. ഇന്നലെ ഇങ്ങനെ ഞാനൊരിത് കേട്ടു, കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നതിന് ട്രോഫി ഇതൊക്കെ കൊടുക്കണില്ല. അപ്പോൾ വിജയ് സാറ് പറഞ്ഞു, നിങ്ങൾ ഒന്ന് തോറ്റു പറഞ്ഞാൽ വിഷമിക്കണ്ട, നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമോ, ഇതല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും ഒരു വഴി നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ മോട്ടിവേഷൻ്റെ എനിക്ക് പറയുമ്പോൾ ഭയങ്കര വിഷമം. ഓരോ മോട്ടിവേഷൻ അതില്ലേ, അത് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ടെൻഷനാണെങ്കിൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്ന് ആലോചിക്കും. അപ്പോൾ അങ്ങനെ ഓരോ മോട്ടിവേഷൻ്റെ ഇതെടുത്ത് അപ്പോൾ നമ്മൾ എന്തിനാണ് നീ പേടിക്കണേ, നമുക്ക് സഹായിക്കാൻ നമ്മുടെ കൂട്ടുകാരന്മാരുണ്ട്, പിന്നെ വീട്ടുകാരുണ്ട്, അപ്പോൾ കിട്ടുന്ന പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര വർഷമായി താടി മുടി വളർത്താൻ തുടങ്ങി? ഞാനിപ്പോൾ ഇതൊരു 7 വർഷമായി മുടി. അപ്പോൾ ഇൻ കേസ് വിജയ് സാറിൻ്റെ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും? ഞാനിപ്പോൾ പറ്റിയില്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യം ആഗ്രഹിക്കുക, മനസ്സ് അറിഞ്ഞ് ആഗ്രഹിക്കുക.
പക്ഷേ അതൊക്കെ ബാക്കിയുള്ള കാര്യം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മൾക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ മംഗൾഡാമിലിരുന്നിട്ട് നമുക്ക് വിജയ് സാറിനെ കാണണം, അല്ലെങ്കിൽ മലയാളത്താണ് തെലുങ്കിലാണ്, അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ പരിശ്രമിക്കണം. ആരും ചെയ്യാത്ത വഴികളിലും കൂടെ പോയി നമ്മൾ ചീത്തയും അവമാനവും പരിഹാസങ്ങളും കളിയാക്കലും ഇതൊക്കെ കേട്ട് അത്രയും കഷ്ടപ്പെട്ട ദൈവം തരുന്ന എനിക്ക് മനസ്സ് നന്നായിട്ടൊരു ഇതുണ്ട്. ഏകദേശം എത്ര ഫിലിമുകളിൽ അഭിനയിച്ചു? ഞാനിപ്പോൾ ഒരു 10, 16, 17 പടങ്ങളിൽ ചെയ്തിരുന്നു. മലയാളം മാത്രമാണോ? മലയാളം. തമിഴിൽ ഒരു പടം ചെയ്തു. ഇപ്പോൾ ഒരു വലിയൊരു പടം കഴിഞ്ഞ മാർച്ച് 8-ാം തീയതി പറഞ്ഞ് വലിയ തമിഴ് പടം വലിയൊരു എമൗണ്ടും എനിക്ക് ഇത് പറഞ്ഞു എല്ലാ ഡേറ്റും കാര്യങ്ങളൊക്കെ തന്ന് കഴിഞ്ഞ മാർച്ച് 4-ാം തീയതി നാട്ടിലെത്തിക്കാൻ വിളിച്ചപ്പോൾ ഉണ്ണിക്കണ്ണ ഡേറ്റ് ഒന്ന് മാറിയിട്ടുണ്ട്, ജൂൺ മെയിൽ പറഞ്ഞു. അത് വലിയ നടന്മാരും വലിയ നടൻ്റെ മോളുമാണ് ഡയറക്ഷൻ ചെയ്യണത്. എല്ലാം പറഞ്ഞിട്ട് പടം ഞാനപ്പോൾ ആ സമയം വിളിച്ചു ജൂൺ മെയ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഞാനിത് വിചാരിച്ചിരിക്കട്ടെ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇതല്ലെങ്കിൽ വേറെ പറഞ്ഞു. സത്യത്തിൽ തകർന്നു പോയി ഞാൻ ആ പടം പോയപ്പോൾ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് പെരുമാനിയിലേക്ക് ആലത്തൂരുള്ള പ്രതിവട്ടം വിളിച്ച് അങ്ങനെ ഞാൻ പെരുമാനിയിലേക്ക് എത്തണം. വിജയ് സാർ ചെന്നൈയിലുണ്ടെന്ന് എങ്ങനെയാണ് ആരാ വിളിച്ച് അറിയിച്ചതെന്ന്? അത് വാട്സപ്പ് നോക്കുക, നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ട്. ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ടാണ്. നമ്മൾ ശ്രമിക്കുക. നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞ് അറിയില്ല. ഇപ്പോൾ വിജയ് സാറും ഞാൻ അവിടെ ഉണ്ടെന്ന് ആൾക്കും അറിയില്ല. പക്ഷേ സെക്യൂരിറ്റി പ്രശ്നം, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ കുറേ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ കുറേ കഷ്ടപ്പെടുമ്പോൾ ദൈവം ഇതാകും. ഇപ്പോൾ വിജയുടെ വീടിൻ്റെ മുന്നിൽ ചെന്ന് അങ്ങനെ ഒരു സമരം ഇരിക്കുന്ന പോലെ വിജയുടെ ഫോട്ടോ അങ്ങനെയൊക്കെ തൂക്കിയിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ വീഡിയോ മാധ്യമങ്ങൾ വഴി പുറത്തു പോവുക, ഇതിനൊക്കെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കറിയുക നമ്മൾ തെറ്റായിട്ടോ മോശമായിട്ടോ ഞാൻ മറ്റുള്ളവരിനോട് ആവശ്യമില്ലാത്ത കമ്പനിക്കോ ആവശ്യമില്ലാണ്ട് അങ്ങനെ ഒരു കാര്യമില്ല. നമ്മുടെ നാട്ടിൻ്റെ അവിടെ ചോദിച്ചാൽ ഞാൻ പണിയുണ്ടെങ്കിലോ ഇല്ലെങ്കിലും അവിടെ വീട്ടിൻ്റെ അവിടെ ഒരു പള്ളിയുണ്ട്. അവിടെ കടിച്ചു വരി പുല്ലൊക്കെ വലിച്ച് അവിടെ ഞാൻ പള്ളിൻ്റെ അവിടെ ഇരിക്കും. വേറെ എവിടെ പോവുക അങ്ങനെ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കും. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിൻ്റെ അവിടെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ഭക്ഷണം കൊടുക്കണ പറയുമ്പോൾ എല്ലാവരും സപ്പോർട്ട്. വീട്ടുകാർക്കും ഇതാണ്. പക്ഷേ കമൻറ്റ് വരുമ്പോൾ വീട്ടുകാർക്കൊക്കെ ഭയങ്കര വേദനയുണ്ട്. പെങ്ങളാണ് എൻ്റെ പെങ്ങളുടെ കൊച്ചുണ്ട് അമ്പാടി, അതേപോലെ അർജുന കൃഷ്ണ, 2 പെങ്ങന്മാരാണ്. അപ്പോൾ ഇവരൊക്കെ ഞങ്ങൾ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇവരൊക്കെ റീൽ ചെയ്യാനും വീഡിയോ ചെയ്യാനും ഇതൊക്കെ അവരുടെ വീഡിയോ ഒക്കെ കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരിനൊക്കെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഈ കമൻറ്റ് കൊണ്ട്. ഈ ഇടയ്ക്ക് ഒരു 2-3 വീഡിയോ ഇട്ട് വീട്ടിൻ്റെ അവിടുത്തെ ഒരു പയ്യൻ വരാം, നല്ലൊരു ഇതായിരുന്നു. അത് ഏകദേശം നല്ല വൈറലായി. എന്നിട്ട് അവർ പറഞ്ഞു ഏട്ടാ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യുക ചോദിച്ചു. അവരിനും കുട്ടികളിലും പറഞ്ഞിട്ട് കാര്യമില്ല. കമൻറ്റ് മോശമാണ്. അവർക്ക് അറിയില്ല എന്താണ് സംഭവം ഏതാണെന്ന്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഈ കമൻറ്റ് എഴുതുന്നവർക്ക് ഞാൻ എന്താണെന്നോ എന്നെ അറിയില്ല, എനിക്ക് അവരിനെ അറിയില്ല. പക്ഷെ അവർ വേദനിപ്പിക്കുന്ന ഓരോ കമൻറ്റ് നമ്മൾ മനസ്സ് ചിലപ്പോൾ തകർത്ത് കളയുന്നുണ്ട്. എന്നാലും നമ്മുടെ ആഗ്രഹം നമ്മൾ ശ്രമിക്കുക. വീട്ടിലുള്ളവരെല്ലാവരും വിജയ് ആരാധകർ തന്നെയാണോ? അങ്ങനെയല്ല, എല്ലാവരിനെയും കാണും, എല്ലാ സിനിമയും കാണും. ഇപ്പോൾ വിജയുടെ പെട്ടെന്നൊരു പാട്ട്, വിജയുടെ ഏതെങ്കിലും ഫിലിമിന് അഭിനയിച്ച ഒരു പാട്ട് പാടാൻ എനിക്ക് അറിയില്ല. ഞാൻ പാട്ട് പാടാറില്ല. വിജയുടെ ഏതെങ്കിലും ഒരു സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാൻ എനിക്ക് അറിയില്ല. ഞാനത് വിജയുടെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞ ഏതായിരിക്കും? ഉസ്പേത്തന്നവർക്ക് ടുമ്മെണ്ണും കടുപ്പേത്തന്നവർക്ക് കമ്മെണ്ണും വാഴക്ക ചെമ്മെന്ന് പോവാ. അങ്ങനെയാണ് വിജയ് സാറിൻ്റെത്. ഉണ്ണിക്കണ്ണൻ്റെ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയാണ്? ഞാൻ 4 വരെ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നേരെ ജോലിയിലേക്കോ? അത് കഴിഞ്ഞ് നേരെ ജോലിയിലേക്ക്. പിന്നെ അങ്ങനെ ജോലിൻ്റെ ഇടയിൽ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ടാവും? ഞാൻ കൂലിപ്പണിക്ക്, കരിങ്കല്ല് പണിക്ക്, വെട്ടുകല്ല് മുള്ളിൽ കയറ്റാൻ പോവും. എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. കൈക്കോട്ട് പണി, ഫൗണ്ടേഷൻ എടുക്കുക, വീട്ടിൻ്റെ തറ, എല്ലാ പണിക്കും പോയിട്ടുണ്ട്. നമുക്ക് പണിയെടുക്കാൻ ഒരു മടിയുമില്ല. ഈ തടിയുണ്ടെന്ന് ഈ തടിയുള്ളത് കൊണ്ട് വിചാരിക്കും. ഇപ്പോൾ കുറച്ച് നാൾ സിനിമയ്ക്ക് വേണ്ടി നടന്ന് കുറച്ച് നാൾ അങ്ങനെ പോകുമ്പോൾ പണിയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാകുമ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ പണിക്ക് പോകുന്ന ഒരാളാണ്. ഇപ്പോൾ വീട്ടിലുള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? എല്ലാവരും സപ്പോർട്ടാണ്. അപ്പോൾ അന്ന് വിജയുടെ വീട് വരെ പോയി അത്രയും ട്രാവൽ ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് വന്നിട്ടും വിജയ് ഒന്ന് കാണാൻ കൂടെ പറ്റിയില്ലായിരുന്നല്ലോ? ഇപ്രാവശ്യം പറ്റി ഞാൻ കണ്ടു. രാവിലെ തൊട്ട് ട്രെയിനിൽ ഉറങ്ങാൻ പറ്റുക. അവിടെ എത്തി 6 മണിയാകുമ്പോഴേക്കും അതിരാവിലെ അവിടെ വന്നു. ഞാനവിടെ ഉച്ചവരെ നിന്നൊന്നും കാണാൻ പറ്റും. സങ്കടമായിരുന്നു. പോലീസുകാരും ബഹളം, അവരിനെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. സെക്യൂരിറ്റി പ്രോബ്ലം. വൈകിട്ട് ആ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റോളം കണ്ട് ഞാൻ പരമാവധി നോക്കിയാൽ ഒച്ചയും ബഹളത്ത് ആളും ടയേർഡായിരുന്നു. നമ്മൾ വിജയ് സാറ് ഇങ്ങനെ ഞാൻ പോകണം അറിയുന്നില്ല അവർ.
അറിയണമെങ്കിൽ എന്തായാലും വിജയ് സാറ് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് അറിയണമെങ്കിൽ എന്താണെന്ന് ചോദിക്കും. പക്ഷെ ഞാൻ അത്രയും നോക്കി, പക്ഷേ തിരക്കും ബഹളവും ആയതുകൊണ്ട് നടന്നില്ല. ഒന്നാമത് തടി ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ഓടിപ്പോയി ഈ ബഹളത്തിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ ക്രൗഡ് ഒരുപാട് പേരാണ് ബാക്കിലേക്ക് മാറും, പേടിച്ചിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞാലും നമ്മുടെ ഇത് നടക്കില്ല. വിജയ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും തമിഴിലോ മലയാളത്തിലോ നടന്മാരെ ഇഷ്ടമുള്ളതായിട്ടുണ്ട്? എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഞാൻ വിജയണ്ണൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ടും എനിക്ക് അതിൽ കാശില്ലാത്തതുകൊണ്ട്, കാശുള്ളവർക്ക് നടക്കണില്ല. പിന്നെ എന്നെ പോലത്തെ ഒരു പാവപ്പെട്ട അവനത് നടക്കില്ലല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ തമിഴ് പടം പോയി ഞാനിതിനു വേണ്ടി വിനീതേട്ടനെ വിളിച്ച്, ഒരു തമിഴ് പടം കിട്ടി വരില്ലേ വിനീത് ശ്രീനിവാസ്, വിനീതേട്ടനെ വിളിച്ച്. അപ്പോൾ വിനീതേട്ടൻ അനുഗ്രഹിച്ച് ഉണ്ണിക്കണ്ണൻ നന്നായി ചെയ്യണം, നല്ല കോൺഫിഡൻസോടെ ചെയ്യണമെന്ന് വിനീതേട്ടനൊക്കെ പറഞ്ഞ്. ഇതൊക്കെ എനിക്ക് അങ്ങനെ സിനിമയിൽ കുറച്ച് പേരായിട്ട് നല്ല അടുപ്പവും ബന്ധമുണ്ട്. വിനീതേട്ടനൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിനീതേട്ടൻ്റെ അടുത്തൊക്കെ അനുഗ്രഹം വാങ്ങിയിട്ടാണ്. അപ്പോൾ ഈ തമിഴ് പടമൊക്കെ പോയി എങ്ങനെയെങ്കിലും എനിക്ക് വിജയണ്ണൻ എത്തണം, മറ്റുള്ള പടങ്ങളിലും അഭിനയിക്കണം. എനിക്ക് ഇതല്ലാതെ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് മാത്രം എനിക്ക് മറ്റുള്ള പടങ്ങളിലും തമിഴും മലയാളം മാത്രം അറിയുള്ളൂ. അപ്പോൾ എനിക്ക് മറ്റുള്ള ഭാഷകളിലും അഭിനയിക്കണം. എനിക്ക് ഒരാൾക്കാരനെ കൊണ്ട് ഇഷ്ടക്കുറവോ ഇതില്ല. മലയാളമാണെങ്കിൽ തമിഴാണെങ്കിൽ മറ്റുള്ള ഭാഷയാണെങ്കിലും ഞാൻ അവരുടെ മലയാളത്തിൽ നിന്നും തമിഴിൽ ഞാൻ തമിഴിൽ ചെറിയ 1-2 പടം ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഞാൻ മലയാളത്തെ ചെയ്ത് അതിൽ ഞാൻ ഭക്ഷണം കഴിച്ചതും എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിയതൊക്കെ മലയാളത്തുമുണ്ട്. മലയാളത്തെ പടം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെരുമാനും ചെയ്തിട്ട് അതിൽ പൈസ കിട്ടി ആ പൈസയും കൊണ്ട് അമ്മയും കുറച്ച് പൈസ എടുത്ത്, അമ്മ സ്കൂളിൽ കഞ്ഞി വയ്ക്കുന്നുണ്ട്, ഒരു മാല വാങ്ങിയത് പോലും അതാണ്. അപ്പം നമുക്ക് മലയാളം തമിഴൊന്നുമില്ല, എല്ലാം നമുക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മൾ അതിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. എനിക്ക് എല്ലാ പണിക്കും ഉണ്ട്. സിനിമ നമ്മുടെ ഒരു ആഗ്രഹമാണ്, അത് തമിഴാണെങ്കിൽ മലയാളം. ഇപ്പോൾ വിജയണ്ണൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. കാണുന്ന ഡയറക്ടർമാരോ നടന്മാരും നടിമാരും പ്രൊഡക്ഷൻ കൺട്രോളറും സിനിമയിൽ വർക്ക് ചെയ്യണ എല്ലാവരും എന്നെ കൊണ്ടൊരു ദേഷ്യം അങ്ങനെ വിചാരിക്കേണ്ട. എനിക്ക് സിനിമ അഭിനയിക്കാനുള്ള ആഗ്രഹവും പിന്നെ ബാക്കിയുള്ളവർക്ക് എന്നെ അറിയാത്തവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും അതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് വിജയണ്ണനെ കൊണ്ട് ഇഷ്ടം പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങണ കൊണ്ട് മാത്രമാണ് ഞാനങ്ങനെ ചെയ്ത്. ആദ്യമായിട്ട് ഇപ്പോൾ കേട്ടപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വിജയ് സാർ ഇറങ്ങുന്നു എന്ന് കേട്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത്? ഇങ്ങനെ ഞാനിനി എന്ത് ചെയ്യും, എങ്ങനെ ഞാൻ അങ്ങോട്ട് എത്തിപ്പെടും, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യും. ഞാൻ ബിഗിലിന് പോയതുപോലെ, ലിയോയ്ക്ക് പോയതുപോലെ, ലിയോയ്ക്ക് ലോകേഷണൻ്റെ അവിടെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരാളുടെ ഇത് വന്ന് ഞാൻ നേരിട്ട് പോയി അവിടെ പോയിട്ട് ഓഡീഷനൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ മുന്നേ ഞാൻ ലോകേഷണനെ കണ്ടിട്ടുണ്ട്. അന്ന് ഫോട്ടോ കൊടുക്കാനും സംസാരിച്ചു, ഫോട്ടോ കൊടുക്കാനൊന്നും പറ്റിയില്ല. അതെൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, വിവേക് ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതിയെന്ന്. അന്ന് പറ്റിയില്ല. അപ്പോൾ നമ്മൾ അതുപോലെ ട്രൈ ചെയ്യും. പക്ഷെ ഇങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കില്ല. ഇപ്പോൾ വിജയ് സാറിനെ നേരിട്ട് കാണാൻ പറ്റിയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങരുത്, ഇറങ്ങിയാൽ തന്നെ ഇനിയും സിനിമയിലേക്ക് അഭിനയിക്കണം എന്നെന്തെങ്കിലും ആവശ്യപ്പെടുമോ ഉണ്ണിക്കണ്ണൻ? അത് അവരവരുടെ വ്യക്തി കാര്യങ്ങളാണ്. അതിൽ നമ്മൾ കയറി അത്രയും വലിയവരിനെ കൊണ്ട് നമ്മൾ അത് റിക്വസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് അവരുടെ ഇഷ്ടമാണ്. അവരും മനസ്സിൽ അവർക്ക് തോന്നി അവരെല്ലാ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് നമ്മൾ ഇഷ്ടമാണ് ഇതൊക്കെ പറഞ്ഞ് നമുക്കിപ്പോൾ അഭിനയിക്കണം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അവരിനെ കൊണ്ട് എങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് അവർക്കും കൂടെ ഒരു ഇതാവും. അത് ആരായിക്കോട്ടെ. ഉണ്ണിക്കണ്ണൻ ഏതെങ്കിലും ഷോർട്ട് ഫിലിമിലോ അങ്ങനെ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? സിനിമ എന്നുള്ള രീതിയിലല്ലാതെ ഷോർട്ട് ഫിലിമിലോ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ ഷോർട്ട് ഫിലിമിലൊക്കെ മുന്നൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സ് ആരെങ്കിലും വിളിച്ചിരുന്നോ? ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ആക്ടേഴ്സ് ആരെങ്കിലും നന്നായിട്ടുണ്ട് അഭിനയം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും വീട്ടിൻ്റെ അവിടെയുള്ളവർക്കും കുറച്ച് ആൾക്കാർ പോകുമ്പോൾ ഇന്ന പടത്തിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സിനിമയെ ചെയ്തിരിക്കുന്നത്, അങ്ങനെ ആരും അങ്ങനെ ഇതായിട്ടില്ല. ഇപ്പോൾ വിജയ് നേരിട്ട് കാണാൻ പറ്റിയ ഏതെങ്കിലും ഒരു രംഗം അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞാൽ ഏത് സിനിമയിലെ രംഗമായിരിക്കും അഭിനയിച്ച് കാണിക്കുക? അത് ആൾ അഭിനയിച്ച് കഴിഞ്ഞു. ഞാൻ അതിൻ്റെ എന്ത് ചെയ്താലും വിജയണ്ണൻ്റെ പോലെ ആകില്ല. എൻ്റെ ഒരു ഇതിലേ പറ്റുള്ളൂ. വിജയണ്ണൻ്റെ ഒരിക്കലും ഏത് നടന്മാരിനും കോപ്പി അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകില്ല. അതവർ നല്ല മലയാളത്തായിരിക്കട്ടെ എല്ലാ ഭാഷയിലും അവരവരുടെ പ്രൊഫഷനിൽ, ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞ ആൾക്കാർ ഞാൻ 4 വരെ പോയിട്ടുള്ളൂ. അവരവരുടെ ഒരു ഇതിൽ നന്നായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ഞാനതിൽ അവരുടെ ഇതിൽ ഞാൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല. അത് അവരവരുടെ കഥയും അവരുടെ സ്ക്രിപ്റ്റിലും അവരത് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ ഇനിയുള്ള ഭാവി പ്ലാൻ എന്താണ്? ഇനിയുള്ള ഭാവി പ്ലാൻ ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും സിനിമ, ഇനിയിപ്പോൾ വീട്ടിൽ ഫിലിം ഡയറി ഇരിക്കുന്നുണ്ട്, അതിൽ നോക്കിയിട്ട് ഓരോ ഡയറക്ടർമാരിനെ വിളിക്കണം.
പിന്നെ അടുത്ത ഓഡീഷൻ നോക്കണം. പിന്നെ വിജയണ്ണനെ ഇനിയിപ്പോൾ എവിടെ വരുന്നത് എങ്ങനെയെന്ന് നോക്കണം. വിജയണ്ണൻ്റെ പടത്തിൻ്റെ ഓഡീഷൻ നോക്കണം. ഇതൊക്കെയാണ്. പിന്നെ പണി ഉണ്ടെങ്കിൽ പോകണം, പണിക്കും പോകണം. നമ്മൾ പണിക്ക് പോകാതിരുന്ന വീട്ടിൽ അമ്മയച്ഛനുണ്ട്, അവരിനെ നോക്കണം. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നോക്കണം. ഏതെങ്കിലും സിനിമ കണ്ടിട്ട് ആ സിനിമയിലെ ഒരു ക്യാരക്ടർ ചിലപ്പോൾ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ആ അഭിനയിച്ച താരത്തിനേക്കാളും ഒരുപടി മുന്നിലേക്ക് അല്ലെങ്കിൽ ഒരുപടി മികച്ചതായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നിയ ഏതെങ്കിലും ക്യാരക്ടറോ സിനിമയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതൊരു സ്ക്രിപ്റ്റ് ഡയറക്ടറും ഒരു ഡയറക്ടറും പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡ്യൂസറും ഇരുന്ന് ഇന്ന ആൾക്ക് ഇന്ന ആൾ വേണം. ഇപ്പോൾ ചേച്ചിൻ്റെ ക്യാരക്ടർ ചേച്ചി, ഇനിയിപ്പോൾ അത് വേറൊരു പുതിയൊരു നടി, അത് അവർക്ക് ഒരു നോട്ടത്തിൽ അറിയാം ഇന്ന ആൾ തന്നെ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അത് അവർക്കുള്ളതാണ്. അപ്പോൾ ദൈവം തലയിൽ എഴുതി വെച്ചിട്ട് ഇന്ന സമയത്ത് ഇന്നത് നടക്കുന്നത്, അപ്പോൾ അത് അവർക്കുള്ളത് അവർ തന്നെ ചെയ്യുള്ളൂ. അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാലും ഏതെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സിനിമയിൽ ഒരു ക്യാരക്ടർ കാണുമ്പോൾ എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് തോന്നിയ ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? ഏതെങ്കിലും ആക്ടർ അഭിനയിച്ച? അങ്ങനെ ആക്ടർ അഭിനയിച്ചൊന്നുമില്ല. തടിയുള്ള വരുമ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം അങ്ങനെയുള്ള സീനൊക്കെ നമുക്ക് കിട്ടിയെന്നല്ല. രണ്ടാമത്തെ ഘടകമല്ലേ. അല്ലാണ്ട് അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. അവർക്ക് നന്നായി അഭിനയിക്കാൻ അറിയുക, അതുകൊണ്ടാണ് അവർക്ക് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു സിനിമയിൽ ഡാൻസ് കളിച്ചുകൊണ്ട് ഉള്ള രംഗമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ തയ്യാറാണോ? ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കോഡെക്സ് വീഡിയോ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഡാൻസ് കളിക്കാൻ? ഇല്ല, ഡാൻസ് വേണ്ട. അതിപ്പോൾ എല്ലാവരുടെയും ചെയ്തിപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഇതാക്കണം. വേറെ ഒന്നും വിചാരിക്കണം. ജാട അഹങ്കാരമല്ല, നമ്മളെ ഇത് വെച്ച ട്രോളിന് ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഇതാക്കും. അത് വേണ്ട, വേറെ ഒന്നും വിചാരിക്കണ്ട. അങ്ങനെ മോശം രീതിയിൽ ട്രോളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ശരിക്കും മനസ്സാകെ തകർന്നു ഓരോ വാക്കും ട്രോളൊക്കെ. ഒരാൾക്കാർ പറയുമ്പോൾ അവർക്ക് നമ്മളെന്താണെന്ന് അറിയണേ അവരിങ്ങനെ കാണിക്കില്ല. പിന്നെ അവരതാ പഠിച്ചത്, അപ്പോൾ അവരതാ ചെയ്യുള്ളൂ. നമ്മളത് നോക്കാതിരിക്കുക. നമുക്ക് ഇപ്പോൾ ഉണ്ണിക്കണ്ണനെ അറിയാവുന്ന ആരെങ്കിലും അല്ലെങ്കിൽ അത്രയും ആത്മബന്ധം ഉണ്ടായിട്ടുള്ള ആരെങ്കിലും മോശം രീതിയിൽ കമൻറ്റോ അല്ലെങ്കിൽ അവർ അടുത്ത് വന്ന ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ നീ ചെയ്തത് മോശമായി പോയി എന്ന രീതിയിൽ? എനിക്ക് നല്ല സുഹൃത്ത് ബലമുണ്ട്. നമ്മൾ താന്നു പോവുകയാണെങ്കിൽ അന്നവൻ ആ ചെളിക്കുണ്ടിലേക്ക് പോകട്ടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എൻ്റെ കൂടെയുള്ള സുഹൃത്ത് വലയം കൊണ്ട് നമ്മൾ ചോദിക്കും എന്ത് ചെയ്യണം, എങ്ങനെയാണ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഇന്നാണ്. പിന്നെ നമ്മളൊക്കെ കൂടി ഒരു അങ്ങനെ ചെയ്ത് പുറത്തുള്ളവർ ചിലവർ പറയാം അതെങ്ങനെയാണെന്ന്. അപ്പം നമ്മൾ ഓരോന്നും കണ്ട് നമ്മളതിന്ന് ഓരോരോ ആൾക്കാരുടെ മോട്ടിവേഷൻ കണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ മാറ്റണം, എന്തൊക്കെ ഇതുണ്ട്, നമ്മളപ്പോൾ അതിനനുസരിച്ച് കുറച്ചൊക്കെ ഒരു ഇതാക്കാറുണ്ട്. ഇപ്പോൾ ഓരോ ആക്ടേഴ്സും ഈ മുഖ്യധാരയിലേക്ക് വന്ന അല്ലെങ്കിൽ ഒരു മുൻനിര നായകനായി മാറിയത് എത്രയോ വർഷത്തെ 10-25 വർഷത്തെ ചിലപ്പോൾ 30 വർഷത്തെ പ്രയത്നം കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ 16 വർഷം അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് പെട്ടെന്ന് ഒരു സിനിമയിലേക്ക് എത്താൻ പറ്റുക അല്ലെങ്കിൽ ഒരു പുതുമുഖമായി പുതിയ സിനിമയിൽ ഒരു നടനായി മാറുക എന്നുള്ളതൊന്നും സാധ്യമായ കാര്യമല്ല. അപ്പോൾ എങ്ങനെയാണ് വിജയുടെ അടുത്തേക്ക് എത്താൻ മറ്റൊരു മാർഗം? ഒരു അഭിനയം എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ ഇത്തരം ട്രോളുകൾ വഴിയോ ഇങ്ങനെയുള്ള വീഡിയോകൾ വഴിയോ അല്ലെങ്കിൽ ഒരു ശബ്ദം വഴിയോ അല്ലാണ്ട് വേറെ എന്തെങ്കിലും മാർഗം നോക്കിയിട്ടുണ്ടോ വിജയുടെ അടുത്തേക്ക് എത്താൻ അല്ലെങ്കിൽ വിജയുടെ കൂടെ ഒന്ന് അഭിനയിക്കാൻ? എനിക്ക് നല്ലൊരു മാർഗ്ഗം വലിയ തമിഴ് പടം വന്നു, അതൊക്കെ മാറിപ്പോയി. അതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇത്ര ഒരു ഇതുണ്ടായില്ല. പിന്നെ വേറെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ല. നമ്മളിപ്പോൾ അറിയുന്നവരിനെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്യുക. അതന്നെ എനിക്കിപ്പോൾ നമ്മൾ ചെയ്യാനിപ്പോൾ അല്ലാണ്ട് ഞാൻ ആദ്യം ഇവിടെ നടക്കാമെന്ന് വിചാരിച്ചില്ല. അതാണ് അങ്ങനെ വിചാരിച്ച്. അല്ലാതെ എനിക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയില്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ആക്ടേഴ്സ് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വിളിച്ചിട്ടില്ല. ഏതെങ്കിലും സിനിമയിലേക്ക് അഭിനയിക്കാൻ ഡയറക്ടേഴ്സ് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നും വന്നിട്ടില്ല. സുഹൃത്തുക്കൾ വഴിയാണോ സിനിമയിലേക്ക്? അങ്ങനെയെങ്കിലും സുഹൃത്തുക്കളുണ്ട്. സിനിമയിൽ കുറച്ച് സുഹൃത്തുക്കൾ, പിന്നെ ഓഡീഷന്, പിന്നെ എവിടെ പോവുകയാണെങ്കിൽ സിനിമയിലെ ആർട്ട് പ്രൊഡക്ഷൻ, പിന്നെ യൂണിറ്റ്, ഇവരൊക്കെ ഒരു നല്ല കമ്പനിയാണ്. അപ്പോൾ അവർ നമ്പർ വാങ്ങി വയ്ക്കും. അവരിന് ഇടയ്ക്ക് വിളിക്കും, എവിടെയായിട്ട് പടം? അപ്പം എറണാകുളം പാലക്കാടാണ് പറയുമ്പോൾ രാവിലെ വെളുപ്പിന് 4 മണിക്ക് എണിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം ഉറക്കം ഉണ്ടായില്ല നേരെ. അങ്ങനെ എണിച്ച് ഫസ്റ്റ് ബസ്സിൽ പോവും. അവരെല്ലാവരും വരുമ്പോൾ അവിടെ നിന്ന് ഡയറക്ടർ നടന്മാരൊക്കെ വരുമ്പോൾ
അങ്ങനെ പോയി കാണും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നമുക്ക് സുഹൃത്തുക്കളുണ്ട് പ്രൊഡക്ഷനിലും ആർട്ടിലെല്ലാവരും മേക്കപ്പിലും, അങ്ങനെ പ്രൊഡ്യൂസർമാരും ഡയറക്ടർ അവരിനൊക്കെ ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഇപ്പോൾ വിജയുടെ വീട്ടിൻ്റെ മുന്നിൽ പോയി അങ്ങനെ ഒരു സമരം പോലെയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ സമരം പോലെയല്ല, ഒരു ആഗ്രഹം, നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക. ഒരിക്കലും അതിന് സമരം എന്നല്ല, എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് എങ്ങനെയെങ്കിലും വിജയണ്ണനിൽ ഒന്ന് കാണണം, ഒന്ന് എത്തിപ്പെടാനുള്ളൊരിതാണ്. അത് വിജയണ്ണനെ അറിയണില്ല ഇങ്ങനെ ഒരാളിങ്ങനെ ഉണ്ട് എന്ന്. അപ്പം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും സമരമല്ല അത്, നമ്മൾ സമരം ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഏതെങ്കിലും മീഡിയ അറിയിച്ചിട്ടാണോ പോയത്? അല്ലാതെ അതെങ്ങനെയാണ് ആ വീഡിയോ ഒക്കെ ലീക്കായത്? നിങ്ങൾ ആരെങ്കിലും അറിയിച്ചിട്ടാണോ പോയി വീഡിയോസ് എടുക്കണമെന്നുള്ള രീതിയിൽ? ആരും കൊണ്ട് ഞാൻ അറിയിച്ചില്ല. കണ്ടവരാരോ എടുത്തിട്ട വീഡിയോ ആണോ? ഞാനും പിന്നെ റീലെടുത്തിട്ടുണ്ട്, അവിടെ ഇരിക്കുകയാണ്. പിന്നെ എൻ്റെ ആഗ്രഹം പറഞ്ഞ് ഞാൻ റീലിട്ട്, പിന്നെ തിരുവനന്തപുരം പോയപ്പോൾ റീലിട്ട് ആ വീഡിയോ വന്ന് അങ്ങനെയാണ് എന്നെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വിജയണ്ണനെ കാണാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ളവരും നാട്ടുകാരും ബന്ധുക്കളൊക്കെ ഈ ഒരു വിജയ ആരാധന ഇങ്ങനൊരു വീഡിയോ ഒക്കെ പുറത്ത് വരുന്നുണ്ട്, അതിനൊക്കെ പറ്റി അവരെന്താ പറയുന്നത്? എല്ലാവരും ആരും വിളിച്ചിട്ടേ ഇല്ല, ബന്ധുക്കാരെന്താന്ന് പോലും ചോദിച്ചിട്ടില്ല. അറിയണവരും കൂട്ടുകാരന്മാരും അവർ മാത്രം എന്താ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ വീട്ടിൻ്റെ അവിടെ ഉള്ളു ബന്ധുക്കാരും ഇതെന്താ ചോദിച്ച് വിളിക്കുകയല്ല. നമ്മുടെ സ്റ്റാറ്റസിലിടണം, ഫേസ്ബുക്കിൽ നോക്കാറുണ്ട്, ആരും ചോദിച്ചിട്ടില്ല. വേറെ ഇപ്പോൾ റിവ്യൂ കൊടുക്കുന്ന രീതിയോ അങ്ങനെ എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നതല്ലാതെ വീഡിയോ റിവ്യൂ, ഓരോ സിനിമ കണ്ടിട്ട് റിവ്യൂ എടുക്കുന്ന രീതിയോ അല്ലെങ്കിൽ റിവ്യൂ ഇടുന്ന രീതി, അങ്ങനെ എന്തെങ്കിലും മാർഗങ്ങളോ പ്രൊഫഷണലായിട്ട് നോക്കിയിട്ടുണ്ടോ? ഇത് നമ്മൾ റിവ്യൂ പറയണമെങ്കിൽ അതൊന്ന് നമ്മൾ ഇപ്പോൾ ഒരു വീട്, നമ്മുടെ അച്ഛനും അമ്മ, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അപ്പം അമ്മനെ കൊണ്ട് അത് ഉപ്പ് പോരാ മുളക് പോരാ എന്ന് നമ്മൾ പറയില്ലേ, അവരത് എത്ര നേരത്തെ ഉറങ്ങി എണിച്ച് ഉപ്പ് പോരാ മുളക് അങ്ങനെ പറയുന്ന പോലെ ഇത് ഫൈറ്റ് ഇതായി ലാഗാണ്, അത് പറയാൻ പാടില്ല. ഈ സിനിമ ഉണ്ടാക്കി ഇത്ര വലിയൊരു സംരംഭം പ്രൊഡ്യൂസറിനെ കണ്ട് ഇത് പടം ഇറക്കിയിട്ട് പടം തിയേറ്ററിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അത് ലാഗ്, ഇവിടെ അങ്ങനെയാണ് എങ്ങനെയാണ് പറയുക? കഷ്ടപ്പെട്ട് ഓരോ ഡയറക്ടർമാരും കഷ്ടപ്പെട്ട് അവരുടെ ഇതിൽ സിനിമ ഒരു പടുത്ത് ഉയർത്തിയ ഒരു സാമ്രാജ്യത്തിന് നമ്മൾ പോയിട്ട് അത് ശരിയല്ല എന്ന് എങ്ങനെയാണ് പറയുക? ഞാനും ആ കുടുംബത്തിൽ സിനിമ അഭിനയിക്കണം എന്നും പറഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് ഭക്ഷണം കഴിച്ചതും, എനിക്കൊരു ചെരുപ്പ് വാങ്ങിയത്, ഒരു ഡ്രസ്സ് വാങ്ങിയത്, എനിക്കൊരു AC റൂം തന്നതും, പിന്നെ ആ ടൂറിസ്റ്റ് ബസ്സിലും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവർ തന്നു കഴിഞ്ഞ് നമ്മളത് എങ്ങനെയും നമ്മൾ അവരിനെ കൊണ്ട് പറയുക? അതൊരിക്കലും അത് നന്ദി കെടണം. ഒരു പടത്തിനും ഞാൻ റിവ്യൂ പറയില്ല. അവരിൻ്റെ രാവിലെ തൊട്ട് പ്രൊഡക്ഷനിലുള്ളവരൊക്കെ 4 മണിക്ക് എണിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, കിടക്കണ 12-1 മണിക്കാണ്. അവരുടെ കഷ്ടപ്പാട് ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും കൺട്രോളർമാരും കഷ്ടപ്പെട്ട് പടം ചെയ്തിട്ട് നമ്മൾ അത് പറയാനും പാടില്ല, അത് നമ്മുടെയൊക്കെ ഒരു വീടാണ്. പക്ഷെ അത്തരത്തിൽ ഇറങ്ങുന്ന പല സിനിമകളെ പറ്റി നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് ചിലപ്പോൾ സിനിമ വരെ കാണണ്ട എന്ന് വെക്കുന്ന ചില ആരാധകർ വരെ കാണും. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് റിവ്യൂ പറയുന്നവരുണ്ടല്ലോ, അവരോട് എന്താ പറയാനുള്ളത്? അവരോട് എന്താ പറയുക പറഞ്ഞാൽ അത് അവരവരിന് ഇഷ്ടമല്ലേ, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ വിജയുടെ അടുത്തേക്ക് എത്താൻ പറ്റി, വിജയുടെ തൊട്ടടുത്തെത്തി വിജയോട് സംസാരിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ വിജയുടെ ഭാഗത്തു നിന്ന് വിചാരിച്ച രീതിയിൽ നല്ലൊരു പ്രതികരണമല്ല ഉണ്ടായത്, വളരെ മോശമായിട്ട് ഹൃദയത്തെ സ്പർശിക്കാവുന്ന രീതിയിൽ ഒരു മോശം പ്രതികരണമാണ് ഉണ്ടാവുന്നതെങ്കിൽ എന്തായിരിക്കും തോന്നുന്നത്? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എല്ലാവരും മനുഷ്യന്മാരില്ലേ, ഓരോരുടെ ചിലപ്പോൾ ഉള്ള സാഹചര്യം എപ്പോഴും ഒരേ സാഹചര്യം ആയിരിക്കണമെന്നില്ല മാനസികമായിട്ട്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വിജയ് സാറിന് നല്ലതായിരുന്നില്ല എങ്കിൽ നിങ്ങളിപ്പോൾ അടുത്ത് വരുന്ന സമയത്ത് വിജയ് സാർ കുറച്ച് മോശമായിട്ട് പെരുമാറുകയാണ്, അങ്ങനെയെങ്കിൽ ആ ഒരു നിമിഷം കൊണ്ട് വിജയ് സാറെ വെറുക്കുമോ? അങ്ങനെ വിജയ് സാറിനല്ല ഒരാളും ഒരു ആരാധകൻ അത്ര ഇഷ്ടം കൊണ്ട് പോകുമ്പില്ലേ ചേർത്ത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മൻ തരും. അവർ നമുക്ക് ഓരോ വാക്ക് തരും, അത് ഹൃദയത്തിൽ എന്നും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട ആ ഹൃദയത്തിൽ കിടക്കാനുള്ള വാക്കായിരിക്കും അത് എന്നും മനസ്സിൽ. ഒരിക്കലും വിജയ് സാറ് അങ്ങനെ പറയില്ല, അതെനിക്ക് 100% അറിയാം. അങ്ങനെ അവർ പറയില്ല, അങ്ങനെ നമ്മളെ നെഞ്ച് വേദനിപ്പിക്കാൻ അവർ സമ്മതിക്കില്ല. വിജയണ്ണനെ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഉണ്ണിക്കണ്ണ നമുക്ക് പാക്കലടാ റെഡിയാക്ക, എൻ്റെ പിന്നാടിയല്ലേ, അത് ഞാൻ പാത്തുക്കള, ഇങ്ങനെ എന്നെക്കൊണ്ട് പറയുള്ളൂ. അതുകൊണ്ട് വേറെ ആരെയും വിളിച്ചിട്ട് ഇങ്ങനെ ഒരാളുണ്ട് ഉണ്ണിക്കണ്ണനുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്തായിരിക്കും ചിലപ്പോൾ വിജയണ്ണ ആക്കിത്തരും. അങ്ങനെയാണ്, ഒരിക്കലും മോശമായിട്ട് ഒരിക്കലും പറയില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരാൾ അടുത്ത് വന്നിട്ട്
നീ എന്തിനാ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത്, വെറുതെ എന്തിനാ പ്രഹസനം കാണിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ അടുത്ത് വന്ന് മോശമായിട്ട് മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ എന്തായിരിക്കും അപ്പോഴത്തെ ഒരു പ്രതികരണം? ഞാനൊന്നും പറയില്ല. ഇപ്പോൾ ഒരാൾ മോശമായിട്ട് പറയുമ്പോൾ, ഇപ്പോൾ ചേച്ചി അല്ലെങ്കിൽ വേറൊരാൾ നമ്മളെ കൊണ്ട് ചൂടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടറിയോ? നമ്മൾ സൈലൻ്റ് ആയിരിക്കുക. നമ്മളെ ചൂടാകുമ്പോൾ ഇത് കാണാൻ ദൈവം ഒരാളുണ്ട്, അവനെ ഇങ്ങനെ ചൂടായി. അപ്പോൾ നമ്മളും പോയിട്ട് അവൻ്റെ അടുത്ത് ചൂടായതിന് എന്താ അർത്ഥമുള്ളത്? ആൾ പറയുമ്പോൾ 2 കൈ കൊണ്ട് അടിച്ചാലേ ഒച്ച ഉണ്ടാവുള്ളൂ. ഒരു സംഭവം ഉണ്ടായിട്ടാ, ഞാൻ ഈ വിജയണ്ണനെ ഫോട്ടോ തൂക്കിയതിൻ്റെയൊക്കെ മുന്നേ ഒരു 3-4 ആൾക്കാരനെ വിളിച്ചു വിട്ടാ. 3-4 ആൾക്കാരനെ വിളിച്ചു, എൻ്റെ ഒരു ഫോട്ടോ ഇൻസ്റ്റയിലിട്ടോ, ഒരു വീഡിയോ ചെയ്യുക ചോദിച്ചു. അപ്പോൾ അവർ നോക്കട്ടെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു വീഡിയോ ഇട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇടാ പറഞ്ഞു. വീഡിയോ ഇട്ടില്ല, ഒക്കെ വലിയ ആൾക്കാരായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾക്കാർ നമ്മളെ വിളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുക നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ പാലക്കാട് ചാമിയച്ചൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുമരേഷ് വടവന്നൂർ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? മീഡിയകളിലൊക്കെ വൈറലാണ്, എല്ലാം 24 എല്ലാ ചാനലിലും വന്നിരുന്നു. ആളെന്നെ കൊണ്ട് വിളിച്ചു, ഉണ്ണിക്കണ്ണ നമുക്ക് വീഡിയോ ചെയ്യണം പറഞ്ഞു. 3-4 വീഡിയോ ചെയ്യും, ഏതെങ്കിലും ഒന്ന് ഇതാകും പറഞ്ഞു. അങ്ങനെ നന്മാറിലൊരു ബിരിയാണി കടയ്ക്ക് ഒരാൾക്കാരും രക്ഷപ്പെട്ടു. എല്ലാവരും അങ്ങനെയല്ല, ചിലവർ അങ്ങനെ. നമ്മൾ ഇപ്പോൾ നിങ്ങളൊരു ഇതായി പറഞ്ഞ ഒരാൾ വിളിക്കുമ്പോൾ, ഒരു കൂട്ടുകാർ വിളിക്കുമ്പോൾ എനിക്കൊരു അടുത്ത ഇൻ്റർവ്യൂ തരുമോ, നമുക്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമ്മളെ വെച്ച് വലിയ ആളാകുമെന്ന്. അങ്ങനെ ചേച്ചിക്ക് അങ്ങനെ ആകുന്നല്ല കേട്ടാ. അപ്പോൾ അങ്ങനെ ഒരു ഈഗോ പ്രശ്നം വരും. അതെല്ലാവർക്കും അല്ല, ചിലവർക്ക് മാത്രം. അപ്പോൾ ചാമിയച്ചൻ പറഞ്ഞു ഉണ്ണിക്കണ്ണ നമുക്കൊരു 3-4 വീഡിയോ ഏതെങ്കിലും ഒന്ന് ഇതാകും പറഞ്ഞു. അങ്ങനെ നന്മാറിൽ പോയി ഞങ്ങൾ രണ്ടാളും ഒരു ബിരിയാണി കടൻ്റെ പരസ്യം ചെയ്തു. ആ ബിരിയാണി കടൻ്റെ പരസ്യം ചെയ്യുന്ന 10 ലക്ഷം മേലെയാണ് ആൾക്കാർ കണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഒരു കാര്യം നമുക്ക് ദൈവമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇപ്പോഴും ചാമിയച്ചൻ പറഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യണമെന്ന് പറയണം. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ വേദനിപ്പിച്ചാലും ദൈവം ഇന്നലെ നാളെ നമ്മളറിയും. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ പുറത്തുള്ളവരിനെ കൊണ്ടൊരിത് ചോദിക്കുമ്പോൾ നല്ല ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക. നല്ല സുഹൃത്ത് വലയങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ എല്ലാവരും അവർ വഴിയും ബാക്കി ദൈവാനുഗ്രഹം കൊണ്ടൊക്കെ നമുക്ക് ശരിയാവും. ഉണ്ണിക്കണ്ണൻ മാരീഡ് ആണോ? ഇല്ല, നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ മുടിയൊക്കെ വളർത്തിയതുകൊണ്ടും അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ താടി പഠിക്കുകയും മുടി വെട്ട് പറയും. നമ്മുടെ ആഗ്രഹം എന്താണ്? അപ്പോൾ അവരിനെ കൊണ്ട് പറഞ്ഞു, അമ്മയച്ഛനെ കൊണ്ടു, പെങ്ങന്മാരുടെ അടുത്ത്, അളിയന്മാരുടെ അടുത്ത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു അന്നത് അങ്ങനെ ആകട്ടെ പറഞ്ഞു. വീട്ടിൽ പെണ്ണ് ഒന്ന് നോക്കുമ്പോൾ ഒന്നും ശരിയായില്ല, അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഉണ്ണിക്കണ്ണനെ കുറിച്ചുള്ള ഈ നെഗറ്റീവ് റിവ്യൂ കാരണം പെൺകുട്ടികളാരും ഇഷ്ടപ്പെടായികയില്ല, അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്വേഷിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞു ഈ താടി മുടി കുഴപ്പമില്ല, താടി പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മനെ കൊണ്ട് പറഞ്ഞു, അച്ഛൻ്റെ അടുത്താണ്, അമ്മ എൻ്റെ ആഗ്രഹം സിനിമയാണമ്മ. അപ്പോൾ സിനിമയിലൊരു ഡയറക്ടർ അല്ലെങ്കിൽ പറഞ്ഞു ഒന്ന് മുടി അല്ലെങ്കിൽ താടി വേണമെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഞാൻ എവിടെ പോകണം എൻ്റെ ഉള്ള കാര്യങ്ങൾ അവരിനെ കൊണ്ട് മുഖത്ത് നോക്കി പറയും, ഇന്നതാണ് കാര്യം, ഇന്നതാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവർ അവർക്കും കൂടെ മനസ്സിൽ താല്പര്യമുള്ള വന്നു കഴിഞ്ഞാൽ നോക്കുക. അല്ലാതെ നമ്മൾ വീട്ടിലങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ ജീവിതം ഒന്നുള്ളത്. അത് എപ്പോൾ വേണമെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ഈ ബലൂണ് പൊട്ടും പോലെയുള്ള നമ്മുടെ കാര്യം, അതെപ്പോൾ വേണമെങ്കിൽ മരിക്കുക. ഏതെങ്കിലും ഒരു ആക്ടർ വിളിച്ചിട്ട് അഭിനയം ഗംഭീരമായിട്ടുണ്ട്, നമ്മുടെ ഫിലിമിലേക്ക് വരാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാരക്ടർ ചെയ്തത് നന്നായിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഈ സിനിമയിലെ ഈ ക്യാരക്ടർ ചെയ്തത്, അല്ലെങ്കിൽ അതിലെ ഒരു പ്രസൻസ് കണ്ടായിരുന്നു, കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ ആരും വിളിച്ചിട്ടില്ല. കൂടെയുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും സ്ക്രീനിൽ കണ്ടായിരുന്നു അങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരിക്കും? ഞാൻ ഹൃദയം, മേഘമൂസ, നെയ്മർ, പ്ലവേഴ്സ്, പിന്നെ 80കളിലെ ഏബിമാർ, അങ്ങനെ പിന്നെ തമിഴ്, പിന്നെ സർവകലാശാല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അഭിനയം അല്ലാണ്ട് മിമിക്രിയോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒന്നും അറിയില്ല, മിമിക്രി ഒന്നും അറിയില്ല. ഏതെങ്കിലുമൊക്കെ ഷോകളിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിനോ ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ കരയുന്ന പോലെ അഭിനയിക്കണം, അല്ലെങ്കിൽ ദേഷ്യപ്പെടണം, അങ്ങനെ പൈസ എക്സ്ട്രാ തരാമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ ഇങ്ങനെ ചെയ്തേ പറ്റൂ, ചെയ്യണം എന്ന രീതിയിൽ? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ അവർ പറയുന്ന പോലെയോ അല്ല, നമ്മൾ അതുകൊണ്ട് അഹങ്കാരം പറയില്ല. നമ്മൾ അങ്ങനെയാകാം, നമ്മൾ എങ്ങനെയാണോ നമ്മൾ അതേപോലെ നമ്മൾ
നമ്മുടെ സാഹചര്യം പോലെ പറയുക. അല്ലാണ്ട് ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പം നമ്മുടെ ഒരു ആഗ്രഹം സിനിമയാണ്, നമ്മളാരും സഹായിക്കാനില്ല, അപ്പം നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ പൈസയല്ല നമുക്ക് ഇത് വേണ്ടത്. നമുക്ക് വരിക, നമ്മുടെ കാര്യം നോക്കുക. പൈസ തരാൻ പറഞ്ഞിട്ട് ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഡാൻസ് കളിക്കുക, ഒരു പാട്ട് പാടുക. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, ഞാൻ റീലിൽ വല്ലപ്പോഴും ഒരു ഡാൻസ് അങ്ങനെ ചെയ്യുക, അത് വെറുതെ ഒരു ടൈം പാസ്സാണ്. അത് നമ്മളിവിടെ ഒരു മീഡിയയിൽ പോലെ എല്ലാവരും കാണുന്നത്, അതിൽ വന്ന് നമ്മളിങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ നടന്മാരിലോ നടിമാരിലോ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരിലാരെങ്കിലും നല്ല സൗഹൃദമായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇപ്പോൾ ദിവസം വിളിക്കാറുള്ളതായിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും ആക്ടറോ ആക്ട്രസോ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ അങ്ങനെ ഞാൻ ഒരു സിനിമക്കാരനെ അങ്ങനെ എപ്പോഴും വിളിക്കില്ല. വല്ലപ്പോഴൊക്കെ വിളിച്ചൊരു ഗുഡ് മോർണിംഗ്, ഒരു ഹായ് എന്ന് അയക്കുകയല്ലാതെ അങ്ങനെ എപ്പോഴും വിളിക്കുകയൊന്നുമില്ല. വല്ലപ്പോഴും ഒന്ന് ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആരെയൊക്കെ ഒന്ന് വിളിക്കും, അങ്ങനെയുള്ളൂ. അങ്ങനെ ഏതൊക്കെ ആക്ട്രസോ അല്ലെങ്കിൽ ആക്ടറോ കയ്യിൽ കോണ്ടാക്റ്റിലുള്ള നല്ല അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. അതുപോലെ വിനയ് പോർട്ടേട്ടൻ, പിന്നെ സണ്ണി വെയിൻ ചേട്ടൻ, പിന്നെ വിനീതേട്ടൻ. അപ്പോൾ വിനയ് പോർട്ടേട്ടനൊക്കെ ഞാൻ ഇടയ്ക്ക് വിളിക്കും. ഇപ്പോൾ സിനിമ അങ്ങനെ ഇടയ്ക്ക് വിളിക്കും. അപ്പോൾ ആൾ ബിസിയാണെങ്കിൽ പോലും അപ്പോൾ എടുക്കാൻ പറ്റിയിട്ട് തിരിച്ച് വിളിച്ചിട്ട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. കുറേ നേരം സംസാരിക്കും. അപ്പോഴും വിനയ് പോർട്ടേട്ടനൊക്കെ വിളിച്ചിട്ട് പറയും, ഉണ്ണിക്കണ്ണ വർക്ക് നോക്കണം, സിനിമ കിട്ടും, വേറെ എന്തെങ്കിലും ജോലി നോക്കണം, ഒരു കല്യാണം നോക്കണം. അതുപോലെ സണ്ണിച്ചേട്ടനും അങ്ങനെയാണ് പറഞ്ഞത്. എല്ലാവരും വിനീതേട്ടനൊക്കെ ആദ്യം കാണാൻ പോയപ്പോൾ നീ സിനിമയും നോക്കണം, വേറെ വർക്കും നോക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും നമ്മുടെ ഒരു അനിയനെ പോലെ ചേർത്ത് പിടിക്കുക. അതുപോലെ വിനീതേട്ടൻ കൈനീട്ടം തരും. ആ കൈനീട്ടം കിട്ടിയ അടുത്തടുത്ത് സിനിമ കിട്ടും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ആക്ടറിനെ പെട്ടെന്നൊന്ന് വിളിക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ പറ്റുമോ? എപ്പോഴും എടുക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ആക്ടറിനെയോ? ഇപ്പോൾ ഈ സമയത്തൊക്കെ വിളിക്കുക പറഞ്ഞവരൊക്കെ ബിസി ആണെങ്കിലോ, അതാണ് ഇപ്പം അത് വേണം. ആരും ട്രൈ ചെയ്ത് നോക്കാലോ. അത് ഇപ്പം എനിക്കത് വേണ്ടെന്ന് തോന്നണം. അവർ ചിലപ്പോൾ പറഞ്ഞു ഞാൻ വിളിക്കുകയാണെങ്കിൽ വൈകിട്ടൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ചിലപ്പോൾ വർക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വൈകിട്ടൊക്കെ വിളിക്കുകയുള്ളൂ, രാത്രി 7:30 8 മണിക്ക്. അപ്പോൾ അവർ ഷൂട്ടിങ്ങിലൊക്കെ ആണ് പറഞ്ഞാൽ ഇപ്പം ഈ സമയത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വിളിച്ചെന്നെ. ഇപ്പോൾ മോഹൻലാലിൻ്റെ കൂടെയോ മമ്മൂട്ടിയുടെ കൂടെയോ അങ്ങനെ ഏതെങ്കിലും അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നു? സൂപ്പർ സ്റ്റാർ ഫേമസ് അങ്ങനെയല്ല, എനിക്ക് എല്ലാവരുടെ കൂടെ അഭിനയിക്കണം. നമുക്ക് വലിയ ആൾക്കാരുടെ കൂടെ മാത്രം ഇപ്പോൾ വിജയ് അങ്ങനെയല്ല. എനിക്ക് സിനിമ പറഞ്ഞാൽ രാജുവേട്ടനായിക്കോട്ടെ, ദിലീപേട്ടനായിക്കോട്ടെ, ടോവിനോ ചേട്ടൻ, ആസിഫക്ക, മമ്മൂക്ക, ലാലേട്ട, ഇപ്പോൾ സുരേഷ് ഏട്ടൻ്റെ കൂടെ ഒരു പടം മേഘമൂസി ചെയ്തു. അങ്ങനെ തമിഴും മലയാളവും എന്ന് പറഞ്ഞാൽ ഒരു വേർതിരിവൊന്നുമില്ല. എനിക്ക് എല്ലാവരുടെ കൂടെ അഭിനയിക്കണം. ചിലർ വന്ന് പറയാണ് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, വെറുതെ ഇങ്ങനെ കരയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ പ്രഹസനം കാണിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അവരോടൊക്കെ എന്താ തോന്നുന്നത്? പുച്ഛമാണോ? അങ്ങനെ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഫസ്റ്റ് ഉണ്ണിക്കണ്ണൻ പഴം കൊടുത്തിട്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് കുറച്ച് ചോറ്, അത് കഴിഞ്ഞ് ഒരു 150 160 ചോറ് മംഗലം ഡാമിലുള്ളവരിനെ കൊണ്ട് ഇങ്ങനെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി പറഞ്ഞ് അവർ കൈ അറിഞ്ഞ് സഹായിച്ചു. വിചാരിക്കാത്ത അതിനെയും വെച്ച് പൈസ കിട്ടി. ഇതിൽ ഞാൻ, എൻ്റെ പെങ്ങള്, അമ്മ, പെങ്ങളുടെ കുട്ടി, അതൊന്നും സത്യം പറയണം. ഞാൻ വിളിക്കണം എൻ്റെ ദൈവമാണ്, എൻ്റെ അമ്മയാണ് സത്യം. ഞാൻ ഇവിടെ ഇരുന്ന് മരിച്ചു പോലും കുഴപ്പമില്ല. ഞാൻ യേശു, അള്ളാഹു, അയ്യപ്പൻ എന്നാ വിളിക്കുകയുള്ളൂ. 1 3 അല്ലെങ്കിൽ 6 ഞാൻ 3 പറഞ്ഞ യേശു, അള്ളാഹു, അയ്യപ്പൻ, 6 പറഞ്ഞ 6 പടയപ്പൻ, മുരുകൻ. ഇവരിനെയൊക്കെ ഞാൻ മനസ്സൊരുക്കി വിളിക്കണം. എൻ്റെ അമ്മയാണ് സത്യം. ആ പൈസയിൽ നിന്നൊരു ചായ പോലും കുടിച്ചിട്ടില്ല. അന്ന് എൻ്റെ അമ്മയ്ക്ക് സ്കൂളിൽ കഞ്ഞി വയ്ക്കലും പണി. അപ്പോൾ അതിന് പൈസ കിട്ടി. പിന്നെ ഞങ്ങളും കുറച്ച് പൈസ അങ്ങോട്ട് ഇട്ട് അതിൽ പോയിട്ട് അതിൽ കിട്ടിയ പൈസ മൊത്തം ഓട്ടോറിക്ഷയ്ക്ക് പോലും ഞാൻ കൊടുത്തത്. അത്രയും ചോറ് കൊടുത്തിട്ട് അതൊന്നും 1 രൂപ പോലും ഞാൻ കൈപ്പറ്റിയിട്ടില്ല. അതെൻ്റെ അമ്മയാണ് സത്യം. ഞാൻ വിളിക്കുന്ന ഞങ്ങളുടെ അവിടുത്തെ അമ്പലമുണ്ട്, കുറുമാലയം. എനിക്ക് എല്ലാ ദൈവത്തിനും വിശ്വാസമാണ്. അമ്മയാണ് ഞാൻ വിളിക്കുന്ന, എൻ്റെ യേശു അള്ളാഹു അയ്യപ്പനാണ്. അതൊന്നും 1 രൂപ പോലും ഞാൻ കൈപ്പറ്റി. ഞങ്ങൾ വീട്ടുകാരൊരു എൻ്റെ പെങ്ങളുടെ കൊച്ച് 5 വയസ്സായി, മറ്റേ അമ്പാടിയും വന്നിട്ടുണ്ട്. അതൊന്നും ഒരു പപ്പടം പോലും കൊടുക്കുക, അതൊന്നും ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വിജയണ്ണൻ്റെ പിറന്നാളിനെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കേണ്ടി പറഞ്ഞു. ഇപ്പോഴും കൈ അറിഞ്ഞ് സഹായിച്ചു. അതിൽ 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ വിശ്വാസം കൊണ്ടാണ് ആൾക്കാർ തരുന്നത്. അല്ലെങ്കിൽ ഞാനൊരു സ്മോൾ അടിച്ച് നടക്കണ അലമ്പനാണ് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൻ്റെ അവിടെ ഒരാളും 1 രൂപ പോലും തരില്ല. അത് നമ്മളെ കൊണ്ട് ഇഷ്ടവും ഉള്ളത് കൊണ്ടാണ് അവർ സഹായിക്കുന്നത്.
ഇപ്പോൾ വിജയ് സാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയല്ലോ, ഉണ്ണിക്കണ്ണൻ ഇനി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ എന്തെങ്കിലും? എനിക്ക് രാഷ്ട്രീയം ഒന്നുമില്ല. എനിക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല. എനിക്ക് സിനിമ അഭിനയിക്കണം. പിന്നെ സിനിമ ഇല്ലാത്ത സമയത്ത് കൂലിപ്പണിക്ക് പോകണം. എനിക്ക് എൻ്റെ ശരീരം ഇളകി വേർക്കണം. പിന്നെ നല്ല സിനിമ കിട്ടി എല്ലാ സിനിമയിലും എനിക്ക് അഭിനയിക്കണം. എല്ലാവരുടെ കൂടെയും തമിഴ്, മലയാളം, തെലുങ്ക്. എനിക്ക് മലയാളം, തമിഴ് അറിയില്ല. എല്ലാ ഭാഷയിലും എനിക്ക് സിനിമ അഭിനയിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അല്ലാണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ അങ്ങനെ എനിക്ക് അറിയില്ല. ആരെങ്കിലും വന്നിപ്പോൾ ഒന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വിളിച്ചാൽ പോവില്ല? അതെനിക്ക് അറിയുന്ന പണിയല്ലല്ലോ. എനിക്ക് പണ്ടൊരു മന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ടായി. അത് ഫസ്റ്റ് നമുക്കൊരു ആഗ്രഹം കുഞ്ഞിലുണ്ടാവുമല്ലോ, ഡോക്ടറും പോലീസ്. പിന്നെ അത് നമുക്കത് ശരിയാകില്ല. അതൊക്കെ കുറേ അറിയണം എന്താണെന്ന്. എനിക്കത് 4 വരെ പോയിട്ടുള്ളൂ. എൻ്റെ ആഗ്രഹം സിനിമ, പിന്നെ കൂലിപ്പണിക്ക് പോകണം, പിന്നെ പാവപ്പെട്ടവരിനെ സഹായിക്കണം, ഭക്ഷണം കൊടുക്കണം. ഇപ്പോൾ വിജയ് സാറിൻ്റെ പിറന്നാളിൻ്റെ അന്ന് കേക്ക് മുറിച്ചു, കൊട, മുണ്ട്, പുതപ്പ്, നൈറ്റി ഇതൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഗൾഫിൽ കുറച്ച് സുഹൃത്തുക്കൾ എന്നെ അറിയില്ല. വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാം വഴി വോയിസ് ചെയ്തിട്ടും എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ണിക്കണ്ണ സഹായം വേണമെങ്കിൽ ചെയ്തു തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ എന്താ പറഞ്ഞറിയാം, നിങ്ങൾ എനിക്ക് 1 രൂപ പോലും തരണ്ട, എനിക്ക് ആരുടെയും പൈസ വേണ്ട. എനിക്ക് നമ്മൾ പണിയെടുത്ത കാശ് തന്നെ നമുക്ക് നിൽക്കണില്ല. പിന്നെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് ഒരിക്കൽ കഴിക്കുക. പിന്നെ വല്ല ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വരും, വല്ല ഷുഗറോ കൊളസ്ട്രോളൊക്കെ വന്നിട്ട് എന്തിനാ ആവശ്യമില്ലാത്തവരും നിൽക്കണ്. അപ്പോൾ ഞാൻ അവരെ കൊണ്ട് പറഞ്ഞു ഗൾഫിലുള്ളവരും കുറച്ച് ആൾക്കാർ എന്തെങ്കിലും വേണമെങ്കിൽ സഹായിക്കുക. അപ്പോൾ ആർക്കെങ്കിലും വയ്യാത്തവരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോവുക, അവരുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക, അവർക്ക് സഹായിക്കാൻ പറ്റുന്ന അവരത് ചെയ്തോട്ടെ. അതിൽ ആരുടെയും 1 രൂപ പോലും എനിക്ക് വേണ്ട. ഞാൻ പണിയെടുക്കേണ്ട, എനിക്കെൻ്റെ ശരീരമുണ്ട്, എനിക്ക് എന്ത് പണിയും എടുക്കുക. എനിക്ക് ആരുടെ 5 പൈസ എനിക്ക് വേണ്ട. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് രാപ്പകലില്ലാണ്ട് വേർത്ത് പണിയെടുത്തിട്ട് നമ്മളതിൽ വല്ല ഒരു വറ്റ് വാങ്ങി കഴിച്ചാൽ അത് ദഹിക്കില്ല നമുക്കത്. ഇപ്പോൾ ഈ മുടി വളർത്തുന്നു, താടി വളർത്തുന്നു എന്ന ശബ്ദം അവസാനിപ്പിക്കുകയാണെങ്കിൽ മുടി എന്തായിരിക്കും ചെയ്യുക? ഇല്ല, അങ്ങനെ അവസാനിപ്പിക്കില്ല. എനിക്ക് കണ്ടു കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നുള്ളത്. എന്താണെന്ന് അറിയില്ല. നമ്മൾ ശ്രമിച്ചു നോക്കുക. ആ ശ്രമം നമ്മൾ കുറേ ശ്രമിക്കുമ്പോൾ ദൈവം നമുക്ക് തരും. ഇപ്പോൾ ഇംഗ്ലീഷുകാർ പറയുന്നുണ്ട്, എഫോർട്ട് പറഞ്ഞിട്ട് ഒരു കാര്യം നമ്മൾ ഇങ്ങനെ കുറച്ചിങ്ങനെ വരുമ്പോൾ അടുത്തെത്തിയെങ്കിൽ ദൈവം കുറച്ചും കൂടെ മാറ്റി വയ്ക്കും. പിന്നെ നമ്മളത് അവിടെ എത്തുമ്പോൾ കുറച്ചും കൂടെ മാറ്റി വയ്ക്കും. അതിനാണ് എനിക്ക് ഇംഗ്ലീഷ് എഫോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ദൈവം ഇങ്ങനെ, ഇപ്പോൾ വിജയണ്ണൻ്റെ അടുത്ത് വരെ എനിക്ക് എത്തിയില്ലേ. അപ്പോൾ ദൈവം നീ ഇപ്പോൾ കാണണ്ട ഉണ്ണി, നീ കുറച്ചും കൂടെ പരിശ്രമിക്കുക. ഇപ്പോൾ ഞാനൊരു കുഴിയിലാണ് നിൽക്കുന്നത്. ആ കുഴിയിൽ നിന്ന് പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഴിയിൽ നിന്ന് ഇങ്ങനെ പയ്യെ വേദനയും കഷ്ടപ്പാടും ഉറങ്ങാണ്ടും നടന്നും കഷ്ടപ്പെട്ടും പൈസയിൽ അങ്ങനെ ഓടി നമ്മളവിടെ എത്തി. ബസ്സൊക്കെ കണ്ടുപിടിച്ച് അവിടെ തമിഴ്നാട്ടിലെ പോലെ ഇവിടെയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ എറണാകുളമാണ് പെട്ടെന്നറിയാം. അവിടെയൊന്നും പോയി എവിടെയാണെങ്കിൽ പോലും ഈ വഴിയിൽ വന്ന് എവിടെയൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ദൈവം നമുക്കത് കൊണ്ടുതരും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രം ഒരു ഇതുണ്ടാവുള്ളൂ. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ കുഴിയിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മളൊന്ന് ബാക്കിലേക്ക് നോക്കണം. ബാക്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കുഴിയിൽ നിന്ന് കയറി വരുമ്പോൾ കഷ്ടപ്പാടുന്ന നമ്മുടെ ആ കണ്ണീരില്ലേ, ആ വെള്ളം ഇങ്ങനെ ആ കുഴിയിലേക്കാണ്. എപ്പോഴും നമ്മൾ ആ ബാക്കിലേക്ക് ആ ഒരു ശ്രദ്ധ എന്നും ഉണ്ടാണ്. എന്നിട്ട് ഫ്രണ്ടിലേക്ക് കയറിപ്പോകുമ്പോൾ നമ്മുടെ വേദനയും ആ കണ്ണുനീരും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ ട്രെയിനിൽ ഇരിക്കാൻ പറ്റാതെ കിടക്കണവിടെ കാല് പോലും നിവർത്തി വയ്ക്കാതെ ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് പെങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയത് അതും കൊണ്ടുപോയി വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. പിന്നെ അവിടെ ഒരു അമ്പലത്തിൽ ഭക്ഷണം, പൈസയും കുറവായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കാർത്തി സാറ് പറഞ്ഞില്ലേ, കഷ്ടപ്പെടുന്നവനാണ് വിജയമുള്ളൂ, ഭാഗ്യമുള്ളവനും പഠിപ്പുള്ളവനും കിട്ടും, കഷ്ടപ്പെടുന്നവൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ വിജയൻ വേറൊരു മോട്ടിവേഷൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ടാൽ മാത്രം അത് കിട്ടുകയുള്ളൂ. വെറുതെ നമ്മളവിടെ ഇരുന്നിട്ടില്ല, എന്നാൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. വിജയെ കാണാൻ പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ സംസാരിക്കാൻ ട്രൈ ചെയ്ത ആ വഴിയിൽ പോകുന്ന വഴിക്ക് മോശ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ തട്ടി മാറ്റുകയോ ഇരിക്കരുതെന്ന് പറയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെക്യൂരിറ്റിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്നോ
ആരുടെങ്കിലൊക്കെ ഭാഗത്തുനിന്ന് മോശം അനുഭവം, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ അവരിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു പോലെ ഒരാൾ പെട്ടെന്ന് സിനിമയിൽ അഭിനയിക്കുക റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുമ്പോൾ പോലീസ് സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ നമ്മൾ ചെയ്തിട്ടുള്ളത് നേരിട്ട് കണ്ടപ്പോൾ എന്തായിരുന്നു അവരുടെ പ്രതികരണം? ഒന്നുമില്ല, അവർ റൂം എടുത്ത് പോയി കിടക്ക്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ കിടക്കുക അതിനൊരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമാണ് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അവരിന് മോശമായിട്ട് പറയാം. അത് അവരുടെ ഡ്യൂട്ടിയാണ്. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തേ പറ്റുള്ളൂ. അവർ ഈ ലോകം നോക്കുന്ന അവരാണ്, പോലീസുകാരും പട്ടാളും ഇതൊക്കെ. നമ്മൾ സെക്യൂരിറ്റി ആണെങ്കിൽ അത് അവരുടെ സുരക്ഷിത. അപ്പോൾ നമ്മൾ അതിൽ കയറി ഇതാക്കാൻ പറ്റില്ല. അതാണ് പറയാനുള്ളത്. അങ്ങനെ പിടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ അടിക്കുകയോ മർദ്ദനം ഏൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ആരും പെട്ടെന്നൊന്നും ഒരാളെ നമ്മൾ അത്രയും വല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാതൊന്നും അവർ പറയും. നമ്മളത് പറയുമ്പോൾ നമ്മൾ ശരി സാറേ പറഞ്ഞാൽ മാറി നിൽക്കും. അതാണ് വേണ്ടത്. അല്ലാണ്ട് അവർ തല്ലാനോ മറുതിക്കും നമ്മളങ്ങനെ നിന്ന് കൊടുക്കാനും പാടില്ല. നമ്മൾ അത്രയും ഇതാകാൻ പാടില്ല. ഞാൻ ആരെന്ത് പറഞ്ഞാലും ഞാൻ മാറിപ്പോവുള്ളൂ. ഞാൻ അവരിനെ കൊണ്ട് എതിർക്കാനോ നമ്മളതിന് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശരി പറഞ്ഞു പോയി നമ്മൾ തിരിച്ച് പറയുന്ന ആവശ്യമില്ലാത്ത ഇതിന് നിൽക്കാറില്ല. എത്രാമത്തെ വയസ്സ് മുതൽ വിജയുടെ ഒരു ആരാധന തുടങ്ങി? അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. ഓരോ സിനിമ കണ്ട് അങ്ങനെയാണ് ഇത് തോന്നിയത്. അങ്ങനെ ചോദിച്ചാൽ ഓരോ സിനിമ കണ്ടിട്ട് ഇഷ്ടം തോന്നിയത്. ഒത്തിരി കരഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫിലിം ഏതായിരിക്കും വിജയ് സാറിൻ്റെ? എല്ലാ പടവും നമ്മുടെ മനസ്സിൽ തട്ടുന്നതാണ്. വിജയ് സാർ ഇപ്പോൾ നേരിട്ട് കാണുകയാണ്, നേരിട്ട് അടുത്തെത്തി കാണാൻ പോവുകയാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞു, എന്തായിരിക്കും വിജയോട് ഫസ്റ്റ് പറയുക, അല്ലെങ്കിൽ എന്തായിരിക്കും പറയുക? വിജയണ്ണ, ഞാൻ ഉള്ള പാക്കറതുക്ക് തിരുവനന്തപുരത്ത് വന്നെ 2 നാൾ അവിടെ ഇരുന്ന് பார்க்க முடியல. எலெக்ஷன் அன்னைக்கு 18ஆம் தேதி வந்தேன். 19ஆம் தேதி உங்கள் கார் முன்னாடி வர வந்தேன்னே. அப்பளும் கும்பலுதான் பார்க்க முடியல. என்ன நான் நிறைய வாட்டி ட்ரை பண்ணியிருக்கேன். அன்னைக்கு குழந்தைகளுக்கு ட்ரோஃபி எல்லாம் கொடுக்குമ്പോൾ அப்பளும் வந்தேன். அங்கே அவளும் நான் കത്തി വിളിച്ച് ഇവിടെ കുമ്പിളിൽ നിങ്ങൾ பார்க்க முடியல. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ നിന്ന് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ടും എല്ലാവർക്കും ഹായ് കാണിച്ച് എന്നിട്ടാണ് ആൾ പോയത്. നമ്മൾ കുറേ നോക്കി അണ്ണ ഇങ്ങനെ വന്നിട്ടുണ്ട്. എനിക്ക് അണ്ണൻ്റെ കൂടെ ആ സ്ക്രീനിൻ്റെ ബാക്കിൽ ഒന്ന് നിൽക്കണമെണ്ണ. ഞാൻ ലിയോയ്ക്ക് ഓഡീഷന് വന്നിരിക്കேன். இந்த விகலுக்கு வந்திருக்கு சார். உங்கள் பின்னாடி ஒன்று நிற்கிற தம்பி പോലെ ഒരു ഉദവണ്ണ. അപ്പം തന്നെ എന്നെ ചേർത്തി പിടിച്ച് മുടിൻ്റെ കാര്യം പറയുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച്, ഉണ്ണിക്കണ്ണ പാക്കലടാ, നീ കവളപ്പെടാതെ, ഒരു സിനിമ തന്നെ, ഇങ്ങനെ എന്നെ കൊണ്ട് പറയുള്ളൂ. ഇപ്പോൾ ഒരു സിനിമയിലേക്ക് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് നടന്മാരല്ല, അതിൻ്റെ ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായിട്ടും ഡയറക്ടേഴ്സ് തന്നെയായിരിക്കും. ഇപ്പോൾ വിജയ് സാർ പറയാണ് അല്ലെങ്കിൽ എഗ്രി ചെയ്തു കൂടെ അഭിനയിക്കാം എന്നുള്ളത്. എന്നാൽ ആ സിനിമയുടെ ഡയറക്ടർ പറ്റില്ല, നമ്മുടെ ഈ ക്യാരക്ടറിന് ചേർന്ന ആളല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുകയാണ്. അപ്പോൾ എന്തായിരിക്കും പ്രതികരണം? ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിജയ് സാറിൻ്റെ അടുത്ത്, നമുക്ക് ഡയറക്ടറിന് എത്തിപ്പെടാൻ നമുക്ക് പെട്ടെന്ന് കാണാം. അപ്പോൾ വിജയ് സാറിൻ്റെ അടുത്ത് കാണുമ്പോൾ നമുക്കവിടെ ഡയലോഗൊന്നും വേണ്ട, സാറിൻ്റെ പുറകിൽ നിന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. സാറിൻ്റെ പുറകിൽ നിൽക്കാൻ ആഗ്രഹം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും ഒരു ഗുണ്ടയായിട്ട് എന്തായാലും ഒരു പടത്തിൽ ഒരാൾ ഉണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ സാറിനെ കൊണ്ട് പറയുക. അപ്പോൾ പുറകിലെങ്കിലും നിർത്താൻ അത് ചോദിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും അത് സമ്മതിക്കും എന്നാണ് എൻ്റെ മനസ്സിൽ. നല്ല നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ അത്രയും വിശ്വസിച്ച നമ്മുടെ പൗലോ കൊയ്ലോ സാറ് പറഞ്ഞ പോലെ നമ്മുടെ പ്രകൃതിയും ലോകവും ഒക്കെ നിൽക്കും. സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട്, അതും കൂടെ മെയിനായിട്ട് ഭക്ഷണം കൊടുക്കണമെന്ന് ഞാൻ രാവിലെ വിടുന്നു. ഭയങ്കര മഴയായിരുന്നു. ദൈവത്തിനെ വിളിച്ചു. 10 മണിക്ക് മഴ. ഭഗവാനെ ചോറ് കൊടുക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ മഴ പെയ്യില്ലേ. അതുപോലെ വിജയ് സാറിനെ കണ്ട് ഞാൻ ഇറങ്ങി ബസ്സിൽ കുറേ ദൂരം പോയിട്ട് ഭയങ്കര മഴ. അന്ന് ആ മഴ പെയ്തതാണെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ പ്രകൃതി നമുക്ക് കൂടെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അവരുടെ സാറിനെ കൊണ്ട് പറയും, ഡയലോഗ് ഒന്നും വേണ്ട സാർ, സാറിൻ്റെ ബാക്കിൽ നിൽക്കണ ഒരു ഗുണ്ടയായാലും ബാക്കിൽ എന്തെങ്കിലും ഒരു സീനിൽ അങ്ങനെ ആഗ്രഹമുണ്ട് സാറേ എന്ന് ഞാൻ പറഞ്ഞു നോക്കും. പിന്നെ നമ്മുടെ ഭാഗ്യം ദൈവം എന്തായാലും അണ്ണൻ അത് സമ്മതിക്കും എന്ന് എനിക്കൊരു തോന്നണു. ബാക്കിൽ നിൽക്കാൻ വേറെ ഡയലോഗോ വേറെ ഒന്നും വേണ്ട, ഒറ്റ ഇതിൽ എന്നെ ഒന്ന് കാണിച്ചാൽ മതി പറഞ്ഞ് ഞാൻ പറയും. ഇപ്പോൾ വീട്ടിലുള്ളവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും മോശമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അത് വീട്ടിൽ വന്നിട്ട് നിങ്ങളോട്, ഉണ്ണിക്കണ്ണനോട് പറയുകയാണ്, നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അവരെന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയത്, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരു ഇതുമില്ല. എല്ലാവരും പറഞ്ഞു ഉണ്ണിക്കണ്ണൻ വീഡിയോ കണ്ടു വൈറലാണ്. അമ്മ സ്കൂളിൽ പോകുമ്പോഴും ടീച്ചർമാരാണെങ്കിൽ എല്ലാവരും പറയും ഉണ്ണിക്കണ്ണനെ കണ്ടു വൈറലാണെന്നൊക്കെ പറയുമ്പോൾ അവർക്കും അത് കേൾക്കുമ്പോൾ ഒരു ഇതാണ്. കമൻറ്റ് വരുന്നുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ ചെയ്തത്.
അവിടെ വീട്ടിൻ്റെ അവിടെ അന്വേഷിച്ച് നോക്കി എന്നെപ്പറ്റി ഒരു മോശമായിട്ട് ആരും ഒന്നും പറയില്ല. അത് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ആ ഒരു ഇതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആക്ടർ വന്നിട്ട് വിജയ് അത്ര നടനല്ല, വിജയുടെ അഭിനയം എത്രത്തോളം പോലെ ഗംഭീരമല്ല, അല്ലെങ്കിൽ മുൻപ് അഭിനയിച്ച പോലെ അത്രയും നല്ല വൈകാരികമായിട്ടുള്ള രീതിയിലല്ല അഭിനയിക്കുന്നത്, വെറുതെ ഒരു മാസ് പടങ്ങൾ ചെയ്ത് ഹിറ്റാക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് എന്നൊരു അഭിപ്രായം പറയുകയാണ്, ഉണ്ണിക്കണ്ണൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഞാനൊന്നും മിണ്ടില്ല, സൈലൻ്റായിട്ടിരിക്കും. അത് അവർ പറഞ്ഞോട്ടെ, നമ്മളൊന്നും മിണ്ടാതെ നമുക്ക് നമ്മുടെ കാര്യം. ഓരോ ആൾക്കാർക്ക് ഓരോ അഭിപ്രായങ്ങളുണ്ടാവും. ഞാനൊന്നും മിണ്ടില്ല, സൈലൻ്റായിട്ടിരുന്നിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുള്ളൂ. അപ്പോൾ ഉണ്ണിക്കണ്ണന് വിജയ് സാറിനെ കാണാൻ പറ്റട്ടെ, സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ, എല്ലാവിധ ആശംസകളും. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ ഭക്ഷണം കൊടുത്തതും ഇതൊക്കെ എൻ്റെ കൂട്ടുകാരന്മാരും മംഗലം ഡാമിലും ഒത്തൊരുമയാണ്. അപ്പോൾ മംഗലം ഡാമിലുള്ളവർക്കും എല്ലാവർക്കും എൻ്റെ വക ഒരു നന്ദി നമസ്കാരം. എന്നെ സഹായിച്ചതിനും ഇങ്ങനെ ഒരു ഭക്ഷണം കൊടുക്കാനും പിന്നെ എന്നെ സഹായിക്കുക പറഞ്ഞ ഒരു കൂട്ടുകാരന്മാരുടെ അടുത്ത് അതിൽ 1 രൂപ പോലും, അത് വയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് വയ്യാത്തവരിൻ്റെ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൽ 1 രൂപ പോലും ഞാൻ കൈപ്പറ്റില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. മറ്റുള്ളവർ പണിയെടുത്ത് വേറെത്തുണ്ടാക്കിയ പൈസയിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് വേണ്ട. എനിക്ക് പണിയെടുക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ നന്ദി നമസ്കാരം. കോഡക്സ് മീഡിയയിലെ പ്രേക്ഷകർ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് വിജയ് സാറിനെ കാണണം. അപ്പോൾ ഈ കമൻ്റ് എഴുതുന്നവരെങ്കിലും മോശമായിട്ട് എഴുതാണ്ടിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി നമസ്കാരം. ഉണ്ണിക്കണ്ണന് വിജയ് സാറിനെ കാണാൻ പറ്റട്ടെ, വിജയ് സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ എന്നൊരു ആശംസയോടുകൂടി എപ്പിസോഡ് പൂർത്തിയാക്കുന്നു.